അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദി സ്വമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ضرب الله مثلا للذين كفروا امرأة نوح. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما ولم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠർ ഖുർആൻ വാഹകരാണ് എന്ന് തിരുദൂതർ പറഞ്ഞ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ക്ലാസ് റൂം വഴിയും മറ്റുമൊക്കെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അത്യുത്തമർ എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. രോഗികളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും അല്ലാഹു അതിന് പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. അവരുടെ വേദനകൾക്ക് അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്ത് തഹ്രീമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. തഹ്രീം സൂറത്തിന്റെ അവസാന ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഓതി വച്ച ആയത്തുകളിൽ നിന്ന് അതിന്റെ ആദ്യ ഭാഗം ഇന്ന് നമുക്ക് വിശദീകരിക്കാം. ഒരുപാട് വിശദീകരണങ്ങൾ വരുന്ന സുപ്രധാനമായ 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതി വച്ചത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധത്തിന് സത്യനിഷേധികൾക്ക് ഒരു ഉദാഹരണമായി എടുത്തു കാണിക്കുന്ന 2 സ്ത്രീകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തഹ്രീം സൂറത്തിലെ 10ാമത് ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയും സത്യവിശ്വാസത്തിന് വലിയ ഒരു ഉദാഹരണമായി മാതൃകയായി അടുത്ത 2 ആയത്തുകളിലൂടെ 2 പേരെ അല്ലാഹു തആല എടുത്തു കാണിക്കുകയും ചെയ്തു. ഈ 4 സ്ത്രീകളിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്.
പരമാവധി സമയം ഇന്ന് പറഞ്ഞു ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധത്തിന് ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് ഒന്ന്, ഷൈഖുൽ അംബിയാ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പത്നിയെയും, രണ്ടാമത്തത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പത്നിയെയുമാണ് അള്ളാഹു എടുത്തു കാണിക്കുന്നത്. ആ രണ്ടുപേരും നൂഹ് നബിയുടെ ഭാര്യയും അതുപോലെ ലൂത്ത് നബിയുടെ ഭാര്യയും അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. രണ്ടുപേരും അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമായി. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു താല കനിഞ്ഞേകുന്ന ഒന്നാണ്. അത് നമ്മൾ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് ഒരാൾക്ക് നമുക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. സത്യത്തിലേക്കുള്ള റൂട്ട്, അതിലേക്ക് നയിക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയൂ എന്നതിന്റെ ഒരു വലിയ രേഖയും കൂടിയാണ്. എന്നാൽ അതേസമയം സത്യവിശ്വാസത്തിന് ലോക ചരിത്രത്തിലെ വലിയ സ്വച്ഛാധിപതിയായിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ പത്നിയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹയെയും അതുപോലെ തന്നെ ഇമ്രാന്റെ മകൾ എന്ന് ഖുർആൻ പറഞ്ഞ മറിയം ബീവി റളിയല്ലാഹു അൻഹയെയും, ആ രണ്ട് സ്ത്രീകളെ, മഹദികളെ സത്യവിശ്വാസത്തിന് അല്ലാഹു തആല ഉദാഹരണം പറയും. ഒരുപാട് വിശദീകരണങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين ضرب الله مثلا للذين كفروا امرأة نوح. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ സത്യനിഷേധികൾക്ക് അല്ലാഹു തആല ഒരു ഉപമയായി, ഉദാഹരണമായി എടുത്തു കാണിച്ചിരിക്കുന്നു. വംറഅത ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ, ആ രണ്ട് സ്ത്രീകളും സദ്വൃത്തരായ നമ്മുടെ രണ്ട് അടിമകൾക്ക് കീഴിലുള്ളവരായിരുന്നു. അടിമകൾക്ക് കീഴിലുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ അടിമകൾ ഒന്ന് നൂഹ് നബിയും രണ്ട് ലൂത്ത് നബിയുമാണ് അലൈഹിമസ്സലാം. അവരുടെ രണ്ടുപേരുടെയും കീഴിൽ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും ഭാര്യമാരായിരുന്നു. പക്ഷേ ഫഖാനതാഹുമാ, ആ രണ്ട് സ്ത്രീകളും ആ രണ്ട് പ്രവാചകന്മാരെയും വഞ്ചിച്ചു കളഞ്ഞു. വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അവർ വ്യഭിചാരം ചെയ്തു എന്നല്ല. സാധാരണ ആ പെണ്ണ് ഭർത്താവിനെ വഞ്ചിച്ചു, പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ വെക്കാറ് ആ പെണ്ണ് വേറെ ആരുമായോ ബന്ധപ്പെട്ടു എന്നാണ്, അങ്ങനെ ചതിച്ചു എന്ന് പറയാറ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ചതി അങ്ങനല്ല. ചരിത്രത്തിൽ ഒരു പ്രവാചകന്റെ ഭാര്യയും 1.25 ലക്ഷം അംബിയാ മുർസലീങ്ങളിൽ ആരുടെയും ഭാര്യമാർ ഒരിക്കൽ പോലും അവിഹിതമായിട്ട് മറ്റൊരാളുമായി ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ചരിത്രത്തിലില്ല. ആദർശത്തിൽ ഇവർ വഞ്ചിച്ചു എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് അവർക്ക് നേരിട്ടതിനെ ആ രണ്ട് പ്രവാചകന്മാർ തടഞ്ഞില്ല. അവർ ആ രണ്ട് പ്രവാചകന്മാരെ വഞ്ചിച്ചു. അള്ളാന്റെ തൗഹീദിൽ നിന്ന് അവർ വ്യതിചലിച്ചതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വന്ന ശിക്ഷയെ തടയാൻ ആ രണ്ട് പ്രവാചകന്മാർക്ക് പോലും കഴിയൂല എന്നതാണ്. വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ,
അവരോട് പറയപ്പെടുകയും ചെയ്തു, എന്ത്? നരകത്തിൽ പ്രവേശിക്കുന്നവരോട് കൂടെ നിങ്ങളും പ്രവേശിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടു. ഒന്നുകിൽ ആ ശിക്ഷ വരുമ്പോ ആ ശിക്ഷയിൽ അവർ മരിക്കുന്ന സമയത്ത്, ആ സമയത്ത് മലക്കുകൾ മുഖേന അള്ളാഹു പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അവരോട് പറയപ്പെടാൻ പോകുന്ന കാര്യം അള്ളാഹു പറഞ്ഞതാണ്. ഏതായിരുന്നാലും സത്യനിഷേധത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് രണ്ട് സ്ത്രീകളെ എടുത്തു കാണിക്കാം. ഒന്ന് നൂഹ് നബിയുടെ ഭാര്യ, ഒന്ന് ലൂത്ത് നബിയുടെ ഭാര്യ. വാഴില, വാഹില എന്നാണ് അവരുടെ പേരുകൾ. നല്ല യോജിപ്പുള്ള പേരുകളാണ്. ഈ രണ്ട് സ്ത്രീകളും ആ പ്രവാചകന്മാരെ, സ്വന്തം ഭർത്താക്കന്മാരായ പ്രവാചകന്മാരെ അംഗീകരിക്കാൻ തയ്യാറായില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്ത പ്രവാചകനാണ്. ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. അവർക്ക് തൗഹീദിന്റെ ആ വടികൾ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. പക്ഷേ അതേ സമയത്ത് അവർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനും അതിവിടെ എടുത്തു കാണിച്ചിട്ടില്ല. സ്വന്തം മകന് പോലും ആ തൗഹീദ് അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ നൂഹ് നബി തന്റെ ദൗത്യം നിർവഹിച്ചു. നരകാഗ്നിയിൽ നിന്ന് തന്റെ പത്നിയെയും തന്റെ മകനെയും രക്ഷപ്പെടുത്താൻ അദ്ദേഹം തന്റെ പ്രബോധന ദൗത്യം കൃത്യമായി നിർവഹിച്ചു. പക്ഷേ രണ്ടുപേരും ശരിയായില്ല. അങ്ങനെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, അതാണ് തൂഫാൻ. 950 കൊല്ലം പ്രബോധനം ചെയ്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗത്യന്തരമില്ലാതെ തന്റെ ജനതയ്ക്കെതിരെ ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് നൂഹ്. അതിൽ അല്ലാഹു തആല അത് പറയുന്നുണ്ട്. ഒട്ടേറെ ആയത്തുകളിലൂടെ അതിനെ സംബന്ധിച്ച് പറയുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ തന്റെ ഭാര്യയും അതുപോലെ തന്നെ തന്റെ മകനുമൊക്കെ മുങ്ങിച്ചാവുന്നൊരവസ്ഥ. ആ സമയത്ത് മലക്കുകൾ മുഖേന പറഞ്ഞതാണ്, നരകത്തിൽ കടന്നോളൂ. ബർസഖിയായ ലോകത്ത് നരകവും അതുപോലെ തന്നെ സ്വർഗവും ഉണ്ടല്ലോ. മരണത്തോടുകൂടെ ഓരോരുത്തരും അത് അനുഭവിക്കുമെന്നതിന്റെ രേഖ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 9ാം നൂറ്റാണ്ട് 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടും 1050 കൊല്ലം അദ്ദേഹം ജീവിച്ചു. 40 വയസ്സായിട്ടാണ് പ്രവാചകത്വ പട്ടം അല്ലാഹു കൊടുത്തത്. പിന്നെ 950 കൊല്ലം പ്രവർത്തിച്ചു. പിന്നീട് തന്റെ ജനതയെ നശിപ്പിച്ചതിന്റെ ശേഷം ഒരു 60 കൊല്ലം അദ്ദേഹം സമാധാന ജീവിതം നയിച്ചു. 80 വിശ്വാസികളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ചരിത്രത്തിലെ വലിയ കപ്പല് ഫുൾ തേക്ക് മരത്തിൽ നിർമ്മിച്ചത് അദ്ദേഹം ഒരു നല്ല ലക്ഷണമൊത്തൊരു മരപ്പണിക്കാരനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ജൂതി പർവ്വത നിരകളിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയ കപ്പലിന്റെ അവശിഷ്ടം കണ്ടുപിടിക്കപ്പെടുകയും ഇന്നും അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. 5000-ത്തിലധികം മീറ്റർ ഉയരമുള്ള ഗ്രേറ്റ് അറാറത്ത് എന്ന് പറയുന്ന കൊടുമുടിയിലെ പ്രധാനപ്പെട്ട ഒരു പർവ്വതമാണ് ജൂതി. ആ കപ്പല് വന്നണഞ്ഞത് വെള്ളം താഴുന്നതിന്റെ ശേഷം ആ പർവ്വതത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. റജബ് 10-നാണ് ആ വെള്ളപ്പൊക്കം തുടങ്ങിയത്. മുഹറം 10 വരെ അത് നീണ്ടു. 6 മാസക്കാലം ആ കപ്പല് വെള്ളത്തിലൂടെ സഞ്ചരിച്ചു. അതിൽ നോക്കൂ, ആ ജനതയെ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു. ഒരു 80 ആളുകൾ മാത്രമാണ് വിശ്വാസികളായിട്ട് രക്ഷപ്പെട്ടത്. ഓരോ ജീവികളിൽ നിന്ന് ഓരോ ജോഡികൾ 3 തട്ടിലായിരുന്നു ആ കപ്പൽ. എന്തായിരുന്നാലും അവരുടെ പത്നിയായ, നോക്കൂ, നൂഹ് നബിയുടെ ഭാര്യയായിരുന്നിട്ട് പോലും പഴിച്ചുപോയി. അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത്രയുള്ളൂ. രണ്ടാമതായി അള്ളാഹു എടുത്തു കാണിക്കുന്നത് ലൂത്ത് നബിയുടെ ഭാര്യ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വാഹിര എന്ന് പറയും. ഇതുപോലെ സത്യനിഷേധിയായി എന്ന് മാത്രമല്ല, സത്യനിഷേധികളുടെ പക്ഷം ചേർത്തു. ലൂത്ത് നബിയുടെ ജനതയ്ക്ക് അള്ളാഹു കനത്ത ശിക്ഷ കൊടുത്തത്. 4-5 പട്ടണങ്ങളെ അള്ളാഹു മറിച്ചിട്ടു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിറക് മുഖേന. ഇന്നും അത് നിൽക്കുന്ന സ്ഥലം ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് നിലകൊള്ളാൻ. ഡെഡ് സീ, ശവക്കടൽ, ചാവുകടൽ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയാണ് ആദ്യമായിട്ട് സ്വർഗരതി ലോകത്ത് നടപ്പിലാക്കിയത്. ആ മഹാ തെറ്റ് അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവർ അത് സ്വീകരിച്ചില്ല.
നിയമാനുസൃതം പുരുഷന്മാർ വിവാഹത്തിന് ശേഷം സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിന് പകരം അവർ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആൺകുട്ടികളെ ലൈംഗിക വേഴ്ചക്ക് അവരെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തെറ്റിനെ സംബന്ധിച്ച് നിരന്തരം അവരെ ഉണർത്തി. അവർ സ്വീകരിച്ചില്ല. അവർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിമർശിക്കാനും അദ്ദേഹത്തിനെ ആക്രമിക്കാനും ഒക്കെ ഒരുങ്ങി തയ്യാറായി. അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ കോലം മാറി ചെറുചെറുക്കുള്ള ബാലന്മാരുടെ രൂപത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ട് അവർ വിരുന്നുകാരായി വന്നപ്പോൾ ലൂത്ത് നബിയുടെ പെൺകുട്ടികൾ വിശ്വാസിനികളായിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലേക്ക് ജിബ്രീൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ നല്ല ചെറുചെറുക്കുള്ള ആൺകുട്ടികൾ വന്നു. ലൂത്ത് നബിയുടെ മകളോട് ചോദിച്ചു, ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിച്ചോട്ടെ. ഈ പെൺകുട്ടികൾ പറഞ്ഞു, പിതാവിനോട് ചോദിക്കണം. പിതാവിനോട് ചോദിച്ചപ്പോ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത് മലക്കുകളാണെന്നറിയില്ല. അദ്ദേഹം ചിന്തിച്ചത്, ഇവരിന്ന് ഇവിടെ താമസിച്ച് ഈ വിവരം എങ്ങാനും നാട്ടുകാരറിഞ്ഞാൽ വൃത്തികെട്ട ജനത ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. എന്നാൽ അതേ സമയത്ത് അതിഥികളായി വന്നവരോട് നിങ്ങൾ ഇവിടെ നിൽക്കരുത്, പോകണമെന്ന് പറയാനും വയ്യ എന്നൊരു സൂചന കൊടുത്തു. എന്റെ ജനത വളരെ വൃത്തികെട്ടവരാണ്. പക്ഷെ അത് ഇവർ മൈൻഡ് ചെയ്തില്ല. 2-3 വട്ടം പറഞ്ഞു, സൂചന കൊടുത്തു. പക്ഷെ അത് അവർ മൈൻഡ് ചെയ്തില്ല. കാരണം അവരോട് അള്ളാഹു പറഞ്ഞത് എന്റെ ജനത വൃത്തികെട്ടവരാണെന്ന് പറയാതെ അദ്ദേഹത്തിന്റെ ജനതയെ നശിപ്പിക്കരുത്. മലക്കുകൾ നല്ല റാഹത്തിലാണ്, അത് പറഞ്ഞു കിട്ടിയെന്നുള്ള രൂപത്തിൽ. അങ്ങനെ രാത്രി ആ കുട്ടികളവിടെ താമസിച്ചു. ഇനിയാണ് നമ്മുടെ വിഷയം. ലൂത്ത് നബിയുടെ ഭാര്യ വാഹില, ഈ ആൺകുട്ടികൾ, ഏതാനും ചെറുചെറുക്കുള്ള ആൺകുട്ടികൾ തന്റെ ഭർത്താവിന്റെ അരികിലുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഈ വാഹില എന്ന് പറയുന്ന പെണ്ണ്, ഓൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ വിശ്വാസം നഷ്ടപ്പെട്ടാലെന്ത്, പുറത്തുള്ള ആളുകൾക്ക് ആ വിഷയം ഒറ്റിക്കൊടുത്തു. അതോടുകൂടെ ഈ ജനത അവർ ഒന്നായിട്ട് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി. അവർ ബഹളമുണ്ടാക്കി. ആദ്യം വീട്ടിന്റെ പുറത്ത് വാതിൽ തുറക്കാൻ പറഞ്ഞു, ഇവിടെയുള്ള ആൺകുട്ടികളെ വിട്ടുതരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ലൂത്ത് നബി ആകെ പ്രയാസപ്പെട്ടു. അവരോട് കെഞ്ചി നോക്കി, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, അവർ എന്റെ അതിഥികളാണ്, വഷളാക്കരുത്. അപ്പോഴും ഇത് മലക്കുകളാണെന്നറിയില്ല. ഈ സമയത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരോട് പറഞ്ഞു, മലക്കുകളോട് പറഞ്ഞു, ഇത് മലക്കുകളാണെന്നറിയില്ലല്ലോ, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്റെ ജനത വളരെ വൃത്തികെട്ടവരാ. ആകെ പ്രശ്നമായല്ലോ. അപ്പൊ ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, അങ്ങ് പേടിക്കണ്ട, ഞാൻ ജിബ്രീലാണ്, ഇവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. താങ്കളും താങ്കളെ പെൺകുട്ടികളും പോകണം, തിരിഞ്ഞു നോക്കാതെ പോകണം. ഇവിടെ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. അപ്പോഴേക്കും ഈ ഒരു വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്നിൽ വിശ്വസിച്ച തന്റെ പെൺകുട്ടികളും അവർ വേഗം അവിടെ നിറങ്ങി. ഈ വാഹില എന്ന് പറയുന്ന അള്ളാഹു സത്യനിഷേധത്തിന് ഉദാഹരണം എടുത്തു കാണിക്കുന്ന ഇവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇവർ ഒന്നായിട്ട് വീട്ടിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ജിബ്രീൽ എന്ന മലക്ക് തന്റെ രൂപം, ഉഗ്രരൂപം പൂണ്ടു തന്റെ വലതു ഭാഗത്തെ ചിറക് കൊണ്ട് ആദ്യം ഒരു തട്ട് കൊടുത്തു. അതോടുകൂടെ സഹോദരങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയി. കണ്ണിന്റെ കാഴ്ച പോയതോടുകൂടെ ഇവർ പരസ്പരം കൂട്ടിമുട്ടാൻ തുടങ്ങി. ഇവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അപ്പോഴേക്ക് ലൂത്ത് നബിയും പെൺകുട്ടികളും പോയിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ചിറക് ഭൂമിയിലേക്ക് താഴ്ത്തി മറിച്ചിട്ടു. ലക്ഷക്കണക്കിന് ആളുകളാണ് യഥാർത്ഥത്തിൽ ആ ദുരന്തത്തിൽ അള്ളാഹുവിന്റെ ആ ശിക്ഷയിൽ പിടഞ്ഞു മരിച്ചത്. അതിന്റെ പുറമെ ആകാശത്തുനിന്ന് തീക്കല്ലുകൾ മഴ പെയ്യുന്നത് പോലെ വരാൻ തുടങ്ങി. അതോടുകൂടെ വാഹില ഓടി. ലൂത്ത് നബിയുടെ പിന്നാലെ അവളും ഓടി. അപ്പോഴേക്കും ഇവിടെ ആർപ്പും വിളിയായി. കാരണം തീക്കല്ല് തലയിലേക്ക് വീഴലോടുകൂടെ ഈ ജനങ്ങൾ ഒന്നായിട്ട് സഹിക്കാൻ കഴിയാതെ അട്ടഹസിച്ചു. അത് കണ്ട് വാഹില തിരിഞ്ഞു നോക്കി. അതോടുകൂടെ അവൾക്കും വേറ് ലഭിച്ചു. ലൂത്ത് നബിയോട് പറഞ്ഞതായിരുന്നു, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. അവർ തിരിഞ്ഞു നോക്കാതെ സ്ഥലം വിട്ടു. ലൂത്ത് നബിയുടെ ഭാര്യയായതുകൊണ്ടൊന്നും രക്ഷ കിട്ടിയില്ല. ഈമാനുള്ള പ്രധാനം. രണ്ടുപേരെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. കാരണം അവർ രണ്ടുപേരും സദ്വൃത്തരായ എന്റെ അടിമകളെ വഞ്ചിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. സദ്വൃത്തരായ അടിമകൾ. ഒരു തെറ്റും ചെയ്യാത്ത നൂഹ് നബിയും ലൂത്ത് നബിയും അവരുടെ ഭാര്യമാരാകാൻ, പ്രവാചകന്മാരുടെ പത്നിമാരാകാൻ ഭാഗ്യം കിട്ടിയിട്ടും അവർ ശരിയായില്ല. അതിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം.
ആരായാലും അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കും. അതിന്റെ വലിയൊരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെട്ട തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബ്. റസൂൽ ചെറുപ്പത്തിലെ അള്ളാഹിന്റെ തിരുദൂതർ അനാഥനായിരുന്നു. അനാഥനായിട്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ വളർന്നത്. എല്ലാവർക്കും അറിയാലോ. റസൂലുള്ളാഹി തങ്ങളുടെ പിതാവ് റസൂല് ഗർഭപാത്രത്തിലായിരുന്ന സമയത്ത് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അള്ളാഹിന്റെ തിരുദൂതർക്ക് 6 വയസ്സായ സമയത്ത് തന്റെ മാതാവും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. പിന്നെ അതിനുശേഷം അള്ളാഹുവിന്റെ തിരുദൂതരുടെ സംരക്ഷണം ഏറ്റെടുത്തത് അബ്ദുൽ മുത്തലിബാണ്, വല്യുപ്പ. 8 വയസ്സായ സമയത്ത് വല്യുപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ വല്യുപ്പ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, അബ്ദുൽ മുത്തലിബ് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്റെ മകൻ അബൂ താലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബൂ താലിബ്, അബ്ദുള്ള നേരത്തെ മരിച്ചു, അബ്ദുള്ളയുടെ ഭാര്യയും മരിച്ചു, ആമിനയും മരിച്ചു, ഇനി ഈ കുട്ടി ഒറ്റക്കാണ്. ഞാനായിരുന്നു സംരക്ഷണം കൊടുത്തിരുന്നത്. 8 വയസ്സേ ആകുന്നുള്ളൂ മുഹമ്മദിന്. ആര് പറഞ്ഞു കൊടുക്കാണ്? അബ്ദുൽ മുത്തലിബ് എന്നവർ റസൂലുള്ളാഹിന്റെ വല്യുപ്പ തന്റെ പിതൃവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അബൂ താലിബിനോട് പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ട് ഈ കുട്ടിയെ നിന്നെ ഏൽപ്പിക്കാൻ. അങ്ങനെ അബൂ താലിബ് ആ സംരക്ഷണം ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബ് ഇവിടെ പറഞ്ഞു. അള്ളാഹിന്റെ തിരുദൂതനെ ശരിക്ക് പൊന്നുപോലെ നോക്കി വളർത്തിയ അബൂ താലിബ് 40 വയസ്സായി നബുവത്ത് കിട്ടി. അള്ളാഹിന്റെ തിരുദൂതർ തൗഹീദിലേക്ക് തന്റെ മൂത്താപ്പയെ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നില്ല. റസൂലുള്ളാഹിന്റെ മറ്റൊരു മൂത്താപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവർ ഇസ്ലാം സ്വീകരിച്ചു. മറ്റൊരു മൂത്താപ്പയാണ് റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്, ശുഹദാക്കളുടെ നേതാവെന്ന് പറയപ്പെട്ട സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും നബിയെ കൊണ്ട് വിശ്വസിച്ചു. എന്നാൽ അതേസമയം റസൂലുള്ളാഹിന്റെ 2 പിതൃവ്യന്മാരാണ് അബൂ ത്വാലിബും അബൂ ലഹബും. രണ്ടുപേരും വിശ്വസിച്ചില്ല. അബൂ ലഹബാകട്ടെ അള്ളാഹിന്റെ തിരുദൂതരെ വല്ലാതെ ശല്യം ചെയ്തു, വല്ലാതെ ദ്രോഹിച്ചു. അബൂ ലഹബിന്റെ വീട് റസൂലുള്ളാഹിന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അബൂ ലഹബിന്റെ മാത്രമല്ല, ഒരു 4-5 ശത്രുക്കളുടെ വീടുകൾ തൊട്ടടുത്തായിരുന്നു. ഇവരെന്ത് ചെയ്യും? അടിക്കാട്ടുകളും വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ട് അത് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് എറിയും. വല്ലാതെ ശല്യം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കഴിവിന്റെ പരമാവധി അതൊക്കെ എടുത്തിട്ട് ഒഴിവാക്കും. ഒരു 4-5 വീട്ടുകാര് വേണ്ടാത്ത വസ്തുക്കളൊക്കെ കൂടി ഒരു വീട്ടിലേക്ക് എറിയാൻ തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. റസൂൽ അതൊക്കെ ക്ഷമിച്ചു. ആരാ ഉത്തരവാദിത്തം? തനിക്ക് സംരക്ഷണം നൽകേണ്ട ആളാ അബൂ ലഹബ്. സ്വന്തം മൂത്താപ്പയാണ്. അത് ശത്രുക്കളൊപ്പം നിന്നിട്ട് ദ്രോഹിക്കണം. അങ്ങനെ റസൂലുള്ളാഹിനെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നാൽ അബൂ താലിബ് നബിയെ കൊണ്ട് വിശ്വസിച്ചില്ല. അതേസമയം അബൂ താലിബ് റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ചു. ഏതായി അബൂ താലിബ്? റസൂലുള്ളാഹിന്റെ മൂത്താപ്പ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി കല്യാണം ചെയ്തു കൊടുത്ത് ആ അബൂ താലിബിന്റെ മകനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്, അബൂ താലിബിന്റെ മകൻ അലി എന്ന റസൂലുള്ളാഹിന്റെ മരുമകൻ അലി റളിയല്ലാഹുവിന്റെ പിതാവാണിത്. ദീനിനു വേണ്ടി വളരെ സേവനം ചെയ്ത സയ്യിദുനാ ജഅഫർ ഇബ്നു അബീ താലിബ്, അതും അബൂ താലിബിന്റെ മകനാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അവരൊക്കെ ധീരന്മാരും ശൂരന്മാരുമായി അള്ളാഹിന്റെ ദീനിൽ നിന്നുകൊണ്ട് ദീൻ ഒരുപാട് ചെയ്തു. എന്നാൽ അതേ സമയത്ത് അബൂ താലിബ് നബിയെ കൊണ്ട് വിശ്വസിച്ചില്ല. അബൂ താലിബ് ഒന്ന് വിശ്വസിക്കാൻ നബിന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ആദർശത്തിൽ ശത്രുക്കളൊപ്പാണ്. പക്ഷെ അതേ സമയത്ത് നബിയെ വല്ലാതെ സ്നേഹിച്ചു. നബിയെ തൊടാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ അബൂ താലിബിന്റെ വേർപാടും ഖദീജ ബീവിയുടെ വേർപാടും ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 ചിറകും നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെ റസൂല് പ്രയാസപ്പെട്ടുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പുറത്ത് നബിക്കൊരു ആശ്വാസം അബൂ താലിബും, അകത്ത് നബിക്ക് വല്ലാത്തൊരു സാന്ത്വനം ഖദീജ റളിയല്ലാഹു അൻഹയുമായിരുന്നു. പ്രബോധന രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ. അവ തനിക്ക് വലിയൊരു താങ്ങും തണലുമാണ് തന്റെ മൂത്താപ്പ. തന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രയാസം ഉണ്ടായാലും വീട്ടിലേക്ക് വന്ന തന്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ സൽസ്വഭാവം അവർ വല്ലാത്തൊരു സാന്ത്വനം നൽകിയാണ്. 2 പേരും മരിച്ച ദിവസങ്ങളുടെ വ്യത്യാസമാണ്. റസൂലുള്ളാഹി തങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. അതുകൊണ്ടാണ് ആ ടെൻഷനൊക്കെ മാറ്റാനാണ് അതിന്റെ ശേഷം ചരിത്രത്തിൽ ഒരു നബിക്കും അള്ളാഹു കൊടുക്കാത്ത ഇസ്രാ മിഅ്റാജ് നടന്നത്. ടെൻഷൻ ഉണ്ടാവുമ്പോൾ ടൂർ പോക്കുന്നു. 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് 70 മേഖലകളും വിട്ടുകടന്ന് അള്ളാഹു എന്ന മഹാശക്തിയുമായി നേരിട്ട് അഭിമുഖ സംഭാഷണത്തിന് പോലും അള്ളാഹു അവസരം പറഞ്ഞു വരുന്നത്. അബൂ താലിബ് അദ്ദേഹം നബിയെ കൊണ്ട് വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ റസൂൽ കലിമ ചൊല്ലി കൊടുത്തു. അബൂ ജഹൽ സമ്മതിച്ചില്ല ചെല്ലാൻ. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.
അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സങ്കടത്തോടുകൂടെ വല്ലാതെ കരഞ്ഞു. ആ സമയത്ത് അല്ലാഹു ഈ ആയത്തിറക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ. അൽ ഖസസ് സൂറത്തിലെ ശ്രദ്ധേയമായ ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകും. താങ്കൾക്ക് ഹിദായത്ത് നൽകാൻ കഴിയില്ല, റസൂലിന് പോലും. പിന്നെന്താ? റസൂല് ഇതാണ് സന്മാർഗം, ഇതാണ് ഋജുവായ വടി, ഇതാണ് ശരിയുടെ പാത, സ്വർഗത്തിലേക്കുള്ള വടി കാണിച്ചു കൊടുക്കുക. ഖുർആൻ പോലും അങ്ങനെ തന്നെയുള്ള പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അയച്ചത് എന്തിനാണെന്ന് ഖുർആൻ പറഞ്ഞെന്താ? لتخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور. സത്യത്തിൽ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരെ ഒരുപാട് ഇരുട്ടുകളിൽ നിന്ന് ഒറ്റ പ്രകാശത്തിലേക്ക് അവരെ നയിക്കാൻ, അതിനു വേണ്ടിയാണ് പുണ്യനബി അയച്ചത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ചില ഭാഗങ്ങളിലൂടെ. അപ്പൊ അള്ളാഹുവിന്റെ തിരുദൂതര് വഴി കാണിക്കുക, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ. വിശുദ്ധ ഖുർആന്റെ സന്ദേശം അള്ളാഹു പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നത് അത് അള്ളാഹുവിന്റെ മാർഗദർശനമാകുന്നു. അവൻ ഉദ്ദേശിച്ചവരെ അതിലേക്ക് അവന് വഴി കാണിക്കും. وَمَن يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ هَادٍ. അള്ളാഹു ഒരാളെ പഠിപ്പിച്ചാൽ അവനിക്ക് വഴി കാണിക്കുന്ന ഒരാളുമില്ല. അതുകൊണ്ട് അബൂ താലിബിന്റെ ആ മരണത്തിൽ അങ്ങ് വിഷമിക്കണ്ട. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ തിരുദൂതർ അബൂ താലിബിനെ വല്ലാതെ സ്നേഹിച്ചതായിരുന്നു. എന്നാൽ ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഇനി പല അഭിപ്രായം ഉണ്ടിട്ട് അവിടെ അദ്ദേഹം മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരെയും ഇസ്ലാമിനെയും അംഗീകരിച്ചിരുന്നു, പുറത്തേക്ക് അദ്ദേഹം അത് പ്രകടിപ്പിച്ചില്ല എന്നൊക്കെ അഭിപ്രായം. അങ്ങനെ ആവുമ്പോ അള്ളാന്റെ അടുത്താണ് അതിന്റെ കാര്യങ്ങൾ. നമ്മളത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം. എന്തായിരുന്നാലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അതുപോലെ തന്നെ ലൂത്ത് നബിയുടെയൊക്കെ ഭാര്യമാര് പിഴച്ചുപോയി എന്ന് പറയുമ്പോ ആ പ്രവാചകന്മാരെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്നതാണ്. ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ഇപ്പൊ ചില ആളുകളൊക്കെ വളരെ സ്വാധീനങ്ങളായിരിക്കും, പക്ഷെ മക്കളിൽ ചിലപ്പോൾ മോശക്കാരുണ്ടാവാം. ആ മക്കളെ നന്നാക്കാനുള്ള എല്ലാ വഴികളും അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടും നന്നായിട്ടില്ലെങ്കിൽ അവരെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? നൂഹ് നബിയുടെ മകൻ പോലും എന്തായി പഠിച്ചു. എന്നാൽ സഹോദര, അതേസമയം മക്കൾക്ക് വഴി കാണിക്കാതെ, അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് തടയാതെ, അവർക്ക് നന്മയുടെ വശം കാണിച്ചു കൊടുക്കാതെ, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാതെ, ഭൗതികം മാത്രം പഠിപ്പിച്ചു കൊടുത്ത് അവസാനം അവർ പഴച്ചു പോയാൽ, നൂഹ് നബിയുടെ മകൻ വരെ പഴച്ചില്ലേ, എന്നിട്ടാ എന്റെ കുഞ്ഞിമാൻ എന്ന് പറയുന്നു. അതിലർത്ഥല്ല. ചില ആളുകൾ അങ്ങനെ തീരെ ശ്രദ്ധിക്കില്ല. ആണ് കയറഴിച്ചു വിടും. എന്നിട്ട് പിന്നെ പഴച്ചാൽ എന്ത് പറയും? കാര്യപ്പെട്ട ആളുകളൊക്കെ നേരത്തെ പഴച്ചിട്ടുണ്ട്, കാര്യപ്പെട്ട ആളുകൾക്ക് പഴച്ചിട്ടുണ്ട്, എന്നിട്ടാ ഞാന് എന്ന് പറയരുത് സഹോദര. നമ്മൾ നമ്മുടെ കടമ ശരിക്കും നിർവഹിക്കണം. അത് നേരത്തെയുള്ള ആയത്തുകളിലൂടെ നമ്മൾ വിശദീകരിച്ചതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ആയത്തുകൾ വരാനുണ്ട്, അത് വരുമ്പോൾ നമുക്ക് പറയാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദികളല്ല. അങ്ങനെ പറഞ്ഞു. അതിന് അല്ലാഹു തആല രണ്ട് ഉദാഹരണം പറഞ്ഞതാണ്. രണ്ട് പെണ്ണുങ്ങളെ അല്ലാഹു തആല ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ വേറെയും ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അബൂ ലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീൽ. ഉമ്മു ജമീൽ എന്നൊക്കെ പറഞ്ഞ നല്ല പേരാണ്. യഥാർത്ഥത്തിൽ ഉമ്മു കബീഹ. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയും പോലെ. അവിടെ മുസ്ലിം ശരിയല്ലല്ലോ, അഹ്മദിയ കാഫിർ ജമാഅത്ത്. എന്നതുപോലെ ഉമ്മു ജമീൽ അല്ല, ഉമ്മു ഖബീഹ. അത്രയ്ക്കും വൃത്തികെട്ട പെണ്ണായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന സ്ഥലത്ത് അവൾ മുള്ളു വതറുമായിരുന്നു. പുണ്യ റസൂലിന്റെ കാലിൽ പതിക്കാൻ വേണ്ടി
അവസാനം ഖുർആൻ പറഞ്ഞെന്താ? സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. അതും ഒരു പെണ്ണാണ്. ഖുർആൻ ചില വൃത്തികെട്ട പെണ്ണുങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിൽ പെട്ടതാണ്. റസൂലുള്ളാഹിനെ വല്ലാതെ ദ്രോഹിച്ച അബൂ ലഹബ് നരകത്തിലാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ പിന്നീട് പറയുന്നത് അവന്റെ ഭാര്യയും നരകത്തിൽ കിടക്കുമെന്നാണ്. വിറക് ചുമട്ടുകാരിയായ ഭാര്യ മലന്റെ മുകളിൽ പോയിട്ട് വിറക് കൊണ്ടുവരുമ്പോ ആ പെണ്ണ് കഴുത്തിലൊരു കയറ് കെട്ടിയിട്ടുണ്ടാവും. മുള്ളുകൾ കാണുന്നതൊക്കെ വെട്ടിയെടുത്തിട്ട് അത് ആ കയറിൽ കെട്ടിയിട്ട് കൊണ്ടുവരും. റസൂലുള്ളാഹിന്റെ അടുത്തുള്ള ഇവരെ വീട്. അങ്ങനെ റസൂൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള വഴിയിലൊക്കെ മണ്ണിലൊക്കെ ഈ മുള്ളു പൂഴ്ത്തി വെക്കും, റസൂലിന്റെ കാലിൽ അത് കുത്താൻ വേണ്ടിയിട്ട്. നല്ല ചെരുപ്പൊന്നും ലഭിക്കില്ലല്ലോ, ഒരൊറ്റ മുള്ളു പോലും കുത്തിയിട്ടില്ല. അവളെ പണിപാളിപ്പോയി. അവസാനം അവൾ നരകത്തിലാണെന്ന് അല്ലാഹു തആല വളരെ ഖണ്ഡിതമായിട്ട് വ്യക്തമാക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതവിടെ നിന്ന് കേട്ട നോക്കൂ, സത്യനിഷേധത്തിന് അള്ളാഹു ഉദാഹരണം വന്നതാണ്. എന്നാൽ ഇനി അള്ളാഹു തആല സത്യവിശ്വാസത്തിന് രണ്ട് പെണ്ണുങ്ങളെ പറയണം. അതിൽ ഒരു പെണ്ണിനെ നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹു പറയുന്നു, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. സത്യവിശ്വാസികൾക്ക് ഫിർഔനിന്റെ പത്നിയെ അല്ലാഹു ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. ഇത് ഖാലത്, എന്താണ് ഇവിടെ കഥ? ഇത് ഖാലത്, ആ പെണ്ണ് പറഞ്ഞ സന്ദർഭം ഓർക്കണം. റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. നാദാ, നിന്റെ അരികെ സ്വർഗത്തിൽ എനിക്കൊരു വീട് നിർമ്മിക്കണമേ, എടുത്തു തരയണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലി, ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എനിക്ക് നീ രക്ഷ നൽകണമേ. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ നൽകണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അതിക്രമകാരികളായ ഈ ജനതയിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ എന്ന് ആ പെണ്ണ് പ്രാർത്ഥിച്ച സന്ദർഭം, ആ കഥ നീ ഓർക്കണം. കഴിഞ്ഞു നിർത്തി അള്ളാഹു ആ കഥ അവസാനിപ്പിക്കാം. ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് തവണ മൂസ നബിയെയും അതുപോലെ തന്നെ ഫിർഔനെയും ഒക്കെ എടുത്തു ധരിക്കുന്നു. സഹോദര, മൂസ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സച്ചാധിപതിയായിരുന്നു ഫിർഔൻ. വലിയ ക്രൂരനായിരുന്നു അവൻ. അവന്റെ ഭാര്യയാണ് ആസിയ ബീവിയാണ് അവിടെ ഉദ്ദേശിച്ചത്. സത്യനിഷേധത്തിന് വായിലയെയും അള്ളാഹു പറഞ്ഞപ്പോ സത്യവിശ്വാസത്തിന് അള്ളാഹു തആല ഉദാഹരണം പറയുന്നത് ആസിയ ബീവിയെയും അതുപോലെ മറിയം ബീവിയെയും. വലിയ സ്ഥാനമുള്ള രണ്ട് സ്ത്രീകളാണ് അവർ. അവരാണ് യഥാർത്ഥത്തിൽ മഹദിമാർ. 2-3 ദിവസം മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ അവിടെ ഒരു 2-3 സഹോദരിമാര് 101 രൂപ വീതം സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ അത് വായിച്ച നമ്മുടെ സംഘാടകൻ വായിച്ചത് മരിച്ചുപോയവരുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു മഹദി 101 രൂപയും മറ്റൊരു മഹദി 100 രൂപയും മറ്റൊരു മഹദി 100 രൂപയും. 100 രൂപക്കാണ് ഒക്കെ മഹദിമാരായത്. എന്നാൽ ആ സഹസിൽ ഒരു പുരുഷൻ 10,000 രൂപ ആ സഹസിലേക്ക് സ്വതക്ക ചെയ്താലും ഒരു മഹാൻ 10,000 എന്ന് സാധാരണ പറയില്ല. ആരാണ് യഥാർത്ഥത്തിൽ മഹദിമാര്? മനസ്സിലാക്കണം. നമ്മളെ പെണ്ണുങ്ങളൊക്കെ വേണം മഹദിമാരാക്കി. ഒരു കോഴിമുട്ട ലേലം ചെയ്താൽ കൊടുത്താണ് മഹദിമാരാവും. അത് അറിയാതെ പറയുന്നതാണ്, അത് അറിയാതെ വന്നു പോകുന്നത്. ഊഷ്മള സ്വീകരണം തന്നില്ല, തണുത്ത സ്വീകരണം തന്നെ. സഹോദരാ, ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ മഹദിമാരാരാ? ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരുപാട് മഹദിമാരുണ്ട്. അവരാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. നമ്മുടെ സ്ത്രീകൾക്ക് സഹോദര ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഖുർആൻ ഒരുപാട് മഹദിമാരെ പരിചയപ്പെടുത്തുന്നു. അതിൽപ്പെട്ടതാണ് ആസിയ റളിയല്ലാഹു അൻഹ, അതുപോലെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ജീവിത സൽമാർ ചരിത്രം രേഖപ്പെടുത്തിയ ഹാജറ റളിയല്ലാഹു അൻഹയും സാറ ബീവിയും അവരൊക്കെ വലിയ മഹദിമാരാണ്. അതുപോലെ സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവി ചരിത്രത്തിൽ വലിയ മഹദിയാകുന്നു.
18 കൊല്ലം ദാരിദ്ര്യം കൊണ്ടും അതുപോലെ രോഗം കൊണ്ടും വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറകെ തന്റെ പിന്നിൽ ഉരുക്ക് കോട്ട പോലെ ഉറച്ചു നിന്നു, ക്ഷമിച്ചു. അങ്ങനെയുള്ള ആ പെണ്ണ് ചരിത്രത്തിലെ വലിയൊരു മഹദിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കടന്നു വന്ന സുലൈഖ, അവർ ചരിത്രത്തിലൊരു മഹദിയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പത്നിയായി വന്ന ബിൽഖീസ് രാജ്ഞി, സബഇലെ ഭരണാധികാരിയായിരുന്ന, യമനിലെ സബഇലെ രാജ്ഞിയായിരുന്ന ഭരണാധികാരിയായിരുന്ന പെണ്ണ് തന്റെ പരിവാരങ്ങളോടുകൂടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വരികയും അല്ലാഹ് ഹിദായത്ത് കൊടുക്കുകയും അങ്ങനെ ലോകം മടക്കി ഭരിച്ച സയ്യിദുനാ സുലൈമാൻ നബി അവരെ ഭാര്യയാക്കുകയും ചെയ്ത കഥ ഖുർആൻ പറയുന്നുണ്ട്. അവരൊക്കെ ചരിത്രത്തിൽ അറിയപ്പെട്ട, അതായത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പെണ്ണുങ്ങളാണ്. അതിൽ സത്യവിശ്വാസത്തിന് അല്ലാഹു വലിയൊരു ഉദാഹരണം പറയുന്നത് ലോക ചരിത്രത്തിലെ വലിയ സച്ഛാധിപതിയായ രണ്ടാം ഫറോവ, അവന്റെ പത്നിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ. എത്ര വലിയ അത്ഭുതമാണ് അവരുടെ കഥ. ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത്. ആരാ? ഫിർഔൻ. ഫിർഔനിനെ ആരെങ്കിലും എതിർത്താൽ അതിക്രൂരമായിട്ട് അവരെ കൊല്ലും. അതായിരുന്നു അവസ്ഥ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഏകത്വം സ്ഥിരപ്പെടുത്തി. ഫിർഔനിനെ സത്യത്തിലേക്ക് വിളിച്ചു. അതിനാണല്ലോ അദ്ദേഹം വന്നത്. ഫിർഔനിനെ അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് വിളിച്ചു. ഇസ്രായേലികളെ തനിക്ക് വിട്ടുതരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അടിമകളെ പോലെ ഇസ്രായേലികളെ അടക്കി ഭരിക്കാൻ ഇവൻ. മാത്രമല്ല അവരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നു. ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണ് ഇസ്രായേലികൾ. അദ്ദേഹത്തിന്റെ മക്കളാണത്. പക്ഷെ അവരെ രണ്ടാംകിട പൗരന്മാരായി കണ്ട് അതിക്രൂരമായി പീഡിപ്പിച്ചപ്പോ അവരുടെ മോചനത്തിന് വേണ്ടി അല്ലാഹു അയച്ചു മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. പക്ഷെ ഫിർഔൻ അത് സ്വീകരിച്ചില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവസാനം മൂസാ നബിയുടെ വഴിയാണ് സത്യമെന്ന് മനസ്സിലാക്കിയപ്പോ ഈ ഫിർഔന്റെ കൊട്ടാരത്തിൽ തന്റെ പത്നിയായ ഭാര്യയായ എല്ലാ ആഡംബരങ്ങളും എല്ലാ സുഖങ്ങളുമുള്ള കൊട്ടാരം നൈൽ നദിയുടെ തീരത്ത്. എന്താ? ഭൗതികമായിട്ടൊരു കുറവുമില്ല, എല്ലാ സൗകര്യവും. ഭൗതികമായിട്ട് യാതൊരു കുറവുമില്ല, എല്ലാ സൗകര്യങ്ങളും. അങ്ങനെയുള്ള ആ കൊട്ടാരത്തിൽ വാഴുന്ന, നോക്കൂ, ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് ബോധ്യം വന്നു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതാണ് സത്യം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസാ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആസിയ റളിയല്ലാഹു അൻഹ പ്രഖ്യാപിച്ചു. പക്ഷെ ആ പ്രഖ്യാപനം അവർ മറച്ചു. കാരണം ഫിർഔൻ അറിഞ്ഞ ആകെ പ്രശ്നവും. പക്ഷെ എത്ര കാലം മറച്ചു വെക്കാൻ കഴിയും? ഈ വിവരം ഫിർഔൻ അറിഞ്ഞു. ആദ്യം ഫിർഔൻ മനസ്സിലാക്കിയ തമാശയാണെന്നാണ്. എന്താ കാരണം? ആരെങ്കിലും ഫിർഔൻ റബ്ബല്ല എന്ന് പറഞ്ഞാൽ 4 കുറ്റികൾ ഭൂമിയിൽ അടിച്ചു താഴ്ത്തി അതിന്റെ മധ്യത്തിൽ ആളെ കെട്ടിയിട്ടിട്ട് 2 കൈകളും 2 കാലുകളും ആ കുറ്റിയിലേക്ക് ബന്ധിക്കുന്നു. അങ്ങനെ അതിക്രൂരമായിട്ട് കൊന്നുകളയും. അതുകൊണ്ടാണ് ഫിർഔനെ പറ്റി ഖുർആൻ പറഞ്ഞത് വഫിർഔന ദിൽ ഔതാദ്. കുറ്റികളുടെ ആളായ, ആണികളുടെ ആളായ ഫിർഔനിനെ തന്റെ രക്ഷിതാവ് എന്താണ് ചെയ്തതെന്ന് താങ്കൾ കണ്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. കുറ്റികളുടെ ആള്
ആസിയ റളിയല്ലാഹു അൻഹ വേദന കൊണ്ട് പൊളഞ്ഞു. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടി ചോര പൊടിയാൻ തുടങ്ങി. ഇടക്ക് അടി നിർത്തിയിട്ട് തളർന്നു പോയ ആസിയ ബിയോട് ചോദിക്കും, ആസിയ, ആരാ റബ്ബ്? ആ സമയത്ത് സഹോദര ആസിയ റളിയല്ലാഹു അൻഹയുടെ നാവ് മന്ത്രിക്കും, റബ്ബി വ റബ്ബുകല്ലാഹ്, എന്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. ഇത് കേൾക്കുമ്പോഴേ ഇയാൾക്ക് ചൂടാവും, രോഷാകുലനാകും. ഇയാൾ വീണ്ടും മർദ്ദിക്കാൻ ആവശ്യപ്പെടും. ആളുകൾ ചുറ്റുഭാഗത്തുനിന്ന് മർദ്ദിക്കാൻ തുടങ്ങും. നൂറുകണക്കിന് ആളുകൾ ഇത് കണ്ടു നിൽക്കും. വീണ്ടും ആസിയ റളിയല്ലാഹു അൻഹയോട് ചോദിക്കും, ആരാ റബ്ബ്? ബോധമുള്ള സമയത്തൊക്കെ അവരുടെ നാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, അല്ലാഹു അഹദ്. പണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫിനാൽ അബൂ ജഹലിനാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മുടിഞ്ഞതുപോലെ റബ്ബ് അല്ലാഹുവാണെന്ന് അവർ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. ഒരു പതർച്ചയുണ്ടായി, ആളുകളാകെ അത്ഭുതപ്പെട്ടു പോയി. അവസാനം ഫിറൗനൊരു അഭിമാന പ്രശ്നമുണ്ട്. തന്റെ കൊട്ടാരത്തിൽ തന്റെ കൂടെ കിടക്കുന്ന പെണ്ണാണിത്. ആ പെണ്ണാണ് താൻ റബ്ബല്ലാന്ന് പ്രഖ്യാപിക്കുന്നത്, മൂസ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നത്. സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ പാറക്കല്ല് കാണിച്ചു കൊടുത്ത് ആ കല്ല് കൊണ്ടുവന്നിട്ട് അവിടെ തലയിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആസിയ ബീവിക്ക് മനസ്സിലായി, ആ കല്ല് എന്റെ തലയിലേക്ക്. പണ്ട് കോയമ്പത്തൂർ ജയിലിൽ ആരി മുസ്ലിയാരെ തൂക്കിലേറ്റുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് അറിയാം, ഈ കയറ് കഴുത്തിലേക്ക് വരാൻ പോവാണ്, മിനിറ്റുകൾ മാത്രമാണ്. അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത്രേ 2 റക്അത്ത് നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ സുജൂദിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. സുജൂദിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത്, പട്ടാളക്കാർ മനസ്സിലാക്കിയത്, സുജൂദിൽ നിന്ന് അദ്ദേഹം ഉയരാത്ത അവസ്ഥ കണ്ടപ്പോ മരിക്കാൻ പേടിയായിട്ട് തൂക്കുന്നതിൽ പേടിച്ചുകൊണ്ട് ഇത് നീട്ടുകയാണെന്ന് അവർ പൊക്കിയത്രേ അദ്ദേഹത്തെ. ചലനമറ്റ ശരീരമായിരുന്നു. ഈ പട്ടാളക്കാര് വഷളായി. അവർ വെറുതെ ആ ശരീരം കയറിൽ തൂക്കിയതാണ്. സുജൂദിൽ കിടന്നു മരിച്ചു. രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് മുസ്ലിം സമുദായത്തെ ചില ആളുകളൊക്കെ വല്ലാതെ തേജോവധം ചെയ്യുന്നത്. നമ്മൾ പാകിസ്ഥാനിൽ പോകേണ്ടവരാണെന്നും അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരൊക്കെ പന്നികളെ പോലെ പ്രസവിച്ചു കൂട്ടുകയാണെന്നൊക്കെ ചിലർ പറയുന്നത് അവർക്കൊക്കെ എന്തുണ്ട്? ബ്രിട്ടീഷുകാരെ പിടിക്കുമെന്ന് കരുതിയിട്ട് ഒളിച്ചോടിപ്പോയ ആളുകൾ, അവരൊക്കെ വലിയ, എന്നിട്ട് ആത്മഹത്യ ചെയ്തവരുണ്ടാക്കും. അവരൊക്കെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടും ചരിത്രത്തിൽ അറിയപ്പെടുമ്പോഴാണ് മലപ്പുറത്തെ കോട്ടക്കുന്നിന്റെ മുകളിൽ വെച്ച് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി കറുത്ത തുണി കൊണ്ട് തന്റെ കണ്ണ് കെട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് വെടിവെക്കാൻ ഒരുങ്ങുമ്പോ അദ്ദേഹം ധീരമായി പറഞ്ഞു അത്രേ പട്ടാളക്കാരനോട് കെട്ടഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് തന്റെ മുന്നിൽ നിന്നിട്ട് നേരെ നെഞ്ചിലേക്ക് വെടിവെക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥൈര്യം കണ്ട പട്ടാളക്കാരൻ അദ്ദേഹം പതറിപ്പോയി. കണ്ണ് കെട്ടേണ്ടതില്ലെന്ന്, പേടില്ല മരിക്കാൻ. വിരിമാറ് കാണിച്ചു കൊടുത്തു, അക്ഷരാർത്ഥത്തിൽ നെഞ്ച് കാണിച്ചു കൊടുത്തു. അതാണ് വാരിയംകുന്നത്ത്. ആ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ പിൻഗാമികളാണ് മുസ്ലിം. രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. മഹാത്മാഗാന്ധിജിയെ പോലെ മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഇവരൊക്കെ എല്ലാവരും കൂടി ഒത്തുപിടിച്ചത് കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറിയത്. അപ്പൊ ഇവരുടെ ആരുടെയും ഊരമ്മലല്ല നമ്മൾ നടത്തുന്നത്, ഈ വിമർശകൻ. എന്നിട്ടാണ് ഇവിടെ നമ്മുടെ മതം പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാനുള്ള അവസരം തടയപ്പെടാൻ. അതിനാണല്ലോ എല്ലാവർക്കും ഒരു നിയമം. ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ ഇവരാ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മലപ്പുറം അതിന്റെ ശക്തി തെളിയിച്ചു കൊടുക്കണം. 4-ാം തീയതി ഒരു കുത്തൊഴുക്കാകണം ജനങ്ങളൊന്നായിട്ട്. മലവെള്ളപ്പാച്ചിൽ പോലെ വരണം. ഡൽഹി വിറക്കണം. മലപ്പുറത്തെ മാപ്പിളമാര് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മലപ്പുറത്ത് നടത്തുന്ന റാലി കണ്ടിട്ട് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ അവർക്ക് അങ്ങനൊരു മോഹമുണ്ടെങ്കിൽ അത് തിരുത്തണം. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. കാരണം നമ്മളെ ആഗ്രഹം ഇവിടെ കുഴപ്പമുണ്ടാകരുത്. ഞാൻ സാന്ദർഭികമായി പറയാം. ഇവിടെ ഹിന്ദുക്കളും ഇവിടെ മുസ്ലിങ്ങളും ഇവിടെ ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ഒരു മാലയിലെ മുത്തുമണികളെ പോലെ പരസ്പരം സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും അതേ നിലപാട് തുടരും. തീവ്രവാദം ഏത് ഭാഗത്തുനിന്നായാലും, അത് ഏത് മതത്തിൽ നിന്നായാലും അത് തുടച്ചു നീക്കപ്പെടും. അപ്പോഴിവിടെ സമാധാനം ഉണ്ടാവും. അല്ലാഹു തആല അത്തരം ഒരവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന്റെ കടക്ക് കത്തിവെക്കുകയാണ് സംഘപരിവാർ. ചിലർ അവർക്ക് വളം വെച്ചു കൊടുക്കും.
നമുക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. സമാധാനമാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. എന്തായിരുന്നാലും പറഞ്ഞു വരുന്നത് സഹോദര, ആദി മുസ്ലിയാർ സുജൂദില് ആ മരിച്ചതോടുകൂടി ഇവർക്ക് തൂക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താ ഖുർആൻ പറയുന്നു നോക്കും. ഖുർആൻ പറഞ്ഞ ഈ ആയത്തിൽ പറയുന്ന രംഗം ഇതാ. ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ അനങ്ങാൻ കഴിയാതെ കിടക്കുകയാണ്. ആ സമയത്താണ് ശത്രുക്കൾ ഒരു വലിയ ഒരു പാറ അവർ കൊണ്ടുവരുന്നത്, താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നത്. എന്തിന്? ഒരു നിലക്കും മാറ്റമില്ലാത്ത ആസിയയുടെ തലയിലേക്ക് ആ കല്ലിടണം. ആരാ പറയുന്നത്? ഫിർഔന. അതിന്റെ അപ്പുറത്ത് വേറെ ഒരാളുമില്ല. ആസിയ ബീവിക്ക് മനസ്സിലായി തന്റെ തലയിലേക്ക് ആ കല്ല് വരുന്നു. അതുകൊണ്ട് ആസിയ ബീവി ദുആയിരുന്നതാണ് ഖുർആൻ പറയുന്നത്. റബ്ബി ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. തഹ്രീം സൂറത്തിൽ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറയുന്നതാണ്, നാദാ നിന്റെ അരികെ എനിക്കൊരു വീട് നീ നൽകണമേ. ഒരു വീട്, സ്വർഗത്തിലൊരു വീട് എനിക്കെടുക്കണം. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ നൽകണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അതിക്രമകാരികളായ ജനതയിൽ നിന്നും എനിക്ക് രക്ഷ നൽകണമേ. അല്ലാഹു തആല ആ പ്രാർത്ഥന തൽസമയം സ്വീകരിച്ചു. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആസിയയുടെ മുന്നിലേക്ക് കടന്നു വന്നു. ശത്രുക്കൾ പാറയുമായിട്ട് വരുമ്പോ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെളുത്ത മുത്തിന്റെ മാണിക്യത്തിന്റെ മനോഹരമായ സ്വർഗത്തിലെ വീട് അവിടെ തലക്ക് മുകളിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അത്രേ അതിന്റെ ഫോട്ടോ. എന്താ പറഞ്ഞത്? നാഥാ നിന്റെ അരികെ എനിക്കൊരു വീട് നിർമ്മിക്കണമേ. സ്വർഗത്തിൽ അവർക്ക് കിട്ടാൻ പോകുന്ന മനോഹരമായ വീടിന്റെ ഫോട്ടോ, വെളുത്ത നിറത്തിലുള്ള മനോഹരമായ മുത്തിന്റെയും മാണിക്യത്തിന്റെയും അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ വീടിന്റെ ഫോട്ടോ അങ്ങനെ കാണിച്ചു കൊടുത്തു ആസിയ ബീവി. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം അവിടെ ആത്മാവിനെ മെല്ലെ പിടിക്കാൻ തുടങ്ങി. വെണ്ണയിലൂടെ നൂലെടുക്കുന്നത് പോലെ കാലിൽ നിന്ന് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. ഈമാനുള്ളവരുടെ ആത്മാവിനെ അങ്ങനെയാണ് അത്രേ പിടിക്കുക. അതാണ് ചിരിച്ചു മരിക്കുക എന്ന് പറയുന്നത്. എത്ര വേദന ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് ജിബ്രീൽ എന്ന മലക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു തരുമ്പോൾ നമ്മളങ്ങനെ നോക്കും. അത് കാണുമ്പോൾ നമ്മൾ കുറെ വേദന അറിയില്ല. ഒരു ചെറിയ കുട്ടിയുടെ കയ്യിലുള്ളൊരു മുറിവ് ഡോക്ടർ ഡ്രസ് ചെയ്യുമ്പോൾ കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കെട്ടഴിക്കുന്ന സമയത്ത് ഈ കുട്ടി കരഞ്ഞാല് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കളിക്കോപ്പോ മറ്റോ വേറെ ആളിങ്ങനെ കാണിച്ചു കൊടുത്താൽ കുട്ടിയുടെ ശ്രദ്ധ മാറ്റും. കുട്ടി അതിൽ ചിന്തിക്കുമ്പോൾ അതിൽ ലയിക്കുമ്പോൾ അത് കാണുമ്പോൾ കുറെ വേദന അറിയാതെ പോവാണ്. എന്നതുപോലെ സഹോദര, മരണത്തിന്റെ വേദന, കഠിനമായ വേദന, ആ വേദന അറിയാതെ പോവുകയാണ്. വളരെ ലോലമായ രൂപത്തിൽ ആസിയ ബീവിയുടെ ആത്മാവിനെ അങ്ങനെ പിടിക്കുമ്പോൾ ആ സമയത്ത് റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്ക് ഈ വീട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. എന്നിട്ടിങ്ങനെ സമാധാനിപ്പിക്കാണ്. അത് അവർക്ക് മാത്രമല്ല, ആ ലൈന് സ്വീകരിച്ചവർക്കൊക്കെ കിട്ടും. അതാണ് ഖുർആൻ പറഞ്ഞത്. ആ സമയത്ത് മലക്കുകൾ വന്ന് പറയും അത്രേ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കൊരു ഭയം വേണ്ട. നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ ബന്ധുക്കൾ, ബാക്കിയുള്ളവർ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ, ആ കാര്യത്തിലും നിങ്ങൾക്ക് വിഷമം വേണ്ട, അതിലൊന്നൊരു ടെൻഷനും വേണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. മരണവേളയിൽ ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയുമത്രേ മലക്കുകൾ, നിങ്ങൾക്ക് ദുനിയാവിൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നതാണ് ഈമാനുള്ള ആളുകൾ. പരലോകത്ത് നിങ്ങളുടെ കൂട്ടുകാരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല എന്ന് മലക്കുകൾ പറയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മരണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനാണ് ആസിയ റളിയല്ലാഹു തആലയുടെ കഥ പറയുന്നത്. ആസിയ റളിയല്ലാഹു അൻഹ ഈമാന് വലിയൊരു മാതൃകയാണെന്ന് അല്ലാഹു തആല പറയാണ്. എങ്ങനെ? ഇത്രമാത്രം പീഡനങ്ങൾ വരുമ്പോ വേണമെങ്കിൽ പറയാമായിരുന്നു, എന്റെ റബ്ബ് നിങ്ങൾ തന്നെയാണ്, മനസ്സിൽ കരുതിയാൽ മതി, അള്ളയാണ്. തൽക്കാലം ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ഭർത്താവ് റബ്ബാണെന്ന് സമ്മതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവൻ പറഞ്ഞ എന്താ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. ആസിയ ബീവി പറഞ്ഞതോ, റബ്ബി വറബ്ബുകല്ലാഹ്, റബ്ബി വറബ്ബുകല്ലാഹ്.
എന്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. വിട്ടുകൊടുത്തില്ല. ആ ഈമാനാണ്. ചിന്തിക്കണം. അതിന് അല്ലാഹു തആല വേറൊരു ഉദാഹരണം പറയുന്നു. ആ രീതിയിലുള്ള ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്ന ഉദാഹരണം എന്താ അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലാഹു ഉദാഹരണം പറയുന്നു. നല്ല യോജിപ്പുണ്ട് ഈ രണ്ട് വചനങ്ങൾ. കാരണം നമ്മളിപ്പോ വിശദീകരിക്കുന്ന ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന. സത്യവിശ്വാസികൾക്ക് അല്ലാഹു ഫിർഔന്റെ ഭാര്യയെ ഒരു ഉപമയാക്കി. എന്നാൽ അല്ലാഹു അവരുടെ സത്യവിശ്വാസത്തിന് ഉദാഹരണം പറയുന്നതോ അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ. നല്ല വചനത്തിന് അല്ലാഹു എങ്ങനെയാണ് ഉപമ പറഞ്ഞത് എന്ന് നീ കണ്ടില്ലേ? കശജറത്തിൻ ത്വയ്യിബ, അത് നല്ല ഒരു വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ കൊമ്പുകളാകട്ടെ, അതിന്റെ ശാഖകളാകട്ടെ ആകാശത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. തൂതീ ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, റബ്ബിന്റെ അനുമതിയോടുകൂടെ ആ മരം എല്ലാ സമയത്തും അതിന്റെ ഫലങ്ങളെ, അതിന്റെ പഴങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, മനുഷ്യർ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഉപമകളെ പറയുകയാണ്. എന്താ ഈ പറഞ്ഞത് സഹോദര? കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആസിയ ബീവിക്കും നമുക്കൊക്കെ ഒരുപോലെയാണ്. അത് മറിയം ബീവിക്കും നമുക്കും ഒരുപോലെയാണ്. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് കലിമത്തുൻ ത്വയ്യിബ, നല്ല വചനം എന്ന് പറയുന്നതാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞില്ലേ, ഞാനും എന്റെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതങ്ങനെ. മൂസ നബി പറഞ്ഞതും അതാണ് ആസിയ ബീവി തന്റെ നാവ് കൊണ്ട് ഒരുപാട് തപ്പട്ടം മൊഴിഞ്ഞത്. അതിലാണ് ഉറച്ചു നിന്നത്. അപ്പോ ഒരാളുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉദാഹരണം കശജറത്തിൻ ത്വയ്യിബ, അത് നല്ല ഒരു വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ വേരുകൾ വല്ലാതെ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി, അതിന്റെ കൊമ്പുകൾ മുകളിലേക്ക് പടർന്നു നിന്നു. മനസ്സിലായോ? വേരുകൾ ഒന്നായിട്ട്, വേര് നല്ലോണം അടിയിലേക്ക് പോയ ഒരു മരം സഹോദര, കാറ്റിന് അത് കടപഴകി വീഴില്ല. എത്ര കാറ്റും കോളും ഉണ്ടായാലും മരത്തിനൊരു കുഴപ്പമില്ല. എന്നതുപോലെ എന്തൊക്കെ പ്രകോപനമുണ്ടായാലും, ഏതൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ വിശ്വാസത്തിന് ഒരു ചാഞ്ചാട്ടം ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇവിടെ നോക്കൂ, ആസിയ ബീവി എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. പെണ്ണ് എന്ന് പറഞ്ഞ സഹോദര ഒരു അബലയാണ്. ഒരു പെണ്ണിനെയാണ് ഒരുപാട് ആണുങ്ങൾ അതിക്രൂരമായി മാരകമായി മർദ്ദിക്കുന്നത്. അതും അനങ്ങാൻ കഴിയാതെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട്. എന്നിട്ട് പോലും സഹോദര അവരുടെ ഈമാനെ നോക്കൂ, അതിശക്തമായ കൊടുങ്കാറ്റിൽ കടപടകി വീഴാത്തൊരു വൃക്ഷത്തെ പോലെ. ആ വൃക്ഷമാകട്ടെ അതിന്റെ കൊമ്പുകൾ വല്ലാതെ മുകളിലേക്ക് വന്നിരിക്കുന്നു, എന്നിട്ടും കാറ്റ് പിടിക്കുന്നില്ല. അതിന്റെ വേരുകൾ വല്ലാതെ അടിയിലേക്ക് പോയി, അതുകൊണ്ട് അത് കടപടകി വീഴാത്ത പോലെ. ആസിയ റളിയല്ലാഹു തആല അടക്കം ഒരു മാറ്റം ഉണ്ടായില്ല. എന്തൊക്കെ ചെയ്തു അവർ യാതൊരു മാറ്റവും ഉണ്ടായില്ല. മാത്രമല്ല സഹോദര, അങ്ങനെ അവരുടെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ അവരെ പറ്റി അല്ലാഹു പറയുന്നത് ആ മരം തൂതിയുകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, റബ്ബിന്റെ അനുമതിയോടുകൂടെ ആ മരം എല്ലാ സമയത്തും അതിന്റെ തീറ്റയെ നൽകുന്നു. അതായത് ഒരു വൃക്ഷം ഉഷ്ണകാലത്തും ശൈത്യകാലത്തും എല്ലാ കാലത്തും ഒരുപോലെ ഫലങ്ങൾ നൽകുന്ന ഒരു മരം. അങ്ങനല്ലല്ലോ സാധാരണ. മുന്തിരിക്കൊരു കാലമുണ്ട്, ഈത്തപ്പഴത്തിനൊരു കാലമുണ്ട്, മാങ്ങയ്ക്കൊരു കാലമുണ്ട്, സഹോദര ചക്കയ്ക്കൊരു കാലമുണ്ട്.
എന്നാൽ അള്ളാഹു പറയുന്ന ഈ വൃക്ഷം, ആ വൃക്ഷം അതിന്റെ കൊമ്പുകൾ അതാ ഉയർന്നിരിക്കുന്നു, അതിൽ ഇഷ്ടം പോലെ ഫലങ്ങൾ, ആ ഫലങ്ങൾ എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് ഒരു മുഅ്മിൻ. അതിന്റെ അർത്ഥം എന്താ അറിയോ? അതിന്റെ അർത്ഥം എന്താ? മുഅ്മിനായ മനുഷ്യന് ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഫലങ്ങൾ നൽകുന്ന ഒരു മരം പോലെയാണ്. അവന്റെ അടുത്തുനിന്ന് എല്ലാ സമയത്തും ഇബാദത്ത് ഉണ്ടാവും. ശരീരാസുഖം വരുമ്പോഴേക്ക് അവന് നിസ്കാരം ഒഴിവാക്കില്ല. ബുദ്ധിയും ശുദ്ധിയുമുള്ള കാലത്തൊക്കെ നിർബന്ധമായ നിസ്കാരം ചിലർ ചെറിയൊരു പനി വരുമ്പോഴേക്ക് ഒഴിവാക്കുന്നു. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കൂല. എന്നാ പന്ത് കളി കാണാൻ പോകും, ഗ്യാലറിയിലിരിക്കും, അങ്ങനെ തട്ട് ഇങ്ങനെ തട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഗ്യാലറിയിൽ നിന്നിട്ടൊരു വാട്ടം പിടിക്കുക എന്ന് പറയും. അതൊക്കെ നടക്കും. പക്ഷെ നിസ്കാരമില്ല. എന്താ കാരണം? ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ സഹോദര, നിങ്ങൾ എത്ര ആളുകളുണ്ട് അങ്ങനെ? ഒരു ഹേതു കിട്ടുകയാണ്, ഹേതുവിനൊരു വാദം എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾ. എങ്കിലും നോക്കൂ, ഈമാൻ ഉറച്ചൊരാള് ഒരു മരം പോലെയാണ്. ആ മരത്തിൽ നിന്ന് എല്ലാ സമയത്തും പഴങ്ങൾ വരുന്നത് പോലെ ഈമാനുള്ള ആളുകളിൽ നിന്ന് സൽപ്രവർത്തനങ്ങൾ എല്ലാ സമയത്തും വരണം, എല്ലാ സമയത്തും വരണം. ഒരു റമദാനിൽ മാത്രം പോരാ, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് മാത്രം പോരാ. ചിലർ ആരോഗ്യമുള്ള സമയത്ത് തീരല്ല. വാപ്പ മകനോട് പറയാണ്, എടാ എനിക്ക് 85 വയസ്സായി, എന്നിട്ട് ഞാൻ ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കുന്നില്ല. എത്ര പ്രയാസപ്പെട്ടാണ് ഞാൻ 2 റക്അത്തെങ്കിലും ദുഹ നിസ്കരിക്കുന്നത്, ഞാൻ 3 റക്അത്തെങ്കിലോടാ വിത്ർ നിസ്കരിക്കുന്നുണ്ട്, സുബഹിന്റെ മുമ്പ് 2 റക്അത്തെങ്കിലും ഞാൻ എന്ത് നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. നീ എന്താടാ അങ്ങനെ? എനിക്കല്ല ആരോഗ്യമല്ല, എനിക്ക് 80ആയി, ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നു, എനിക്ക് 25ആണ്, എത്ര നല്ല ടൈമാ, എന്താടാ ഇങ്ങനെ എന്ന് വാപ്പ ചോദിച്ചപ്പോ മകൻ ചോദിക്കാണ്, വാപ്പ നിങ്ങൾ ഇന്റെ പ്രായത്തിൽ എങ്ങനെയാണ്? പിന്നെ ഇയാളൊന്നും കൊണ്ടുന്നില്ല. സഹോദര, അപ്പൊ 25കാരന്റെ ധാരണ എന്താ? നിസ്കാരവും അതുപോലെ തന്നെ ജമാഅത്തും ളുഹയും അതുപോലെ തഹജ്ജുദും തറാവിയും എല്ലാ നിസ്കാരവും ഇൻഷാ അല്ലാഹ് വേണം. വാപ്പാന്മാർക്കായിട്ട് 80 ആട്ടെ, പള്ളിക്ക് തന്നെ കൂടണം, ഖുർആനൊക്കെ ഒരുപാട് ഓതണം. ഇപ്പൊ ബിസിയല്ലേ? ഇവന് വലിയ ഉറപ്പും കിട്ടിയതുപോലെയാണ്. സഹോദര, ഒരു പക്ഷേ പിറ്റേ ദിവസം ആ സമയമാകുമ്പോഴേക്ക് അവന് ഖബറിലായിട്ടുണ്ടാവും. ഓന്റെ വാപ്പ വയസ്സായി ഇടങ്ങാറായി ആ ഖബറിന് പോയി ദ്വാരന്ന് പോരുന്നുണ്ടാവും. ഉറപ്പിക്കാൻ പറ്റുമോ? ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈമാനുള്ള ആളുകൾ അല്ലാഹു തആല ഇബ്രാഹിം സൂറത്തിൽ പറയുന്നത് അവരുടെ ഉപമ ഒരു വൃക്ഷത്തെ പോലെയാണ്. ഈമാനെന്ന് ഉറച്ചു കഴിഞ്ഞാൽ അവന് ഏത് സമയത്തും പഴങ്ങൾ നൽകുന്ന മരത്തെ പോലെയാണ് അവൻ. അവനിൽ നിന്ന് ഇബാദത്തുകൾ, വ്യത്യസ്തമായ ഇബാദത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നാൽ ആദ്യം പറഞ്ഞ വായിലെയും വാഹിലെയും ഓർത്തു നോക്കി, അവർ 2 പേർക്ക് ഓൽക്ക് ഈമാൻ ഉറച്ചില്ല. അങ്ങനെ ഉറക്കാത്ത കുറെ ആൾ ശരീരം ഇങ്ങോട്ട് വരും, വന്നിട്ട് ഉറക്കാതെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വട പറഞ്ഞപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോ മുസൈലിമത്തുൽ കദ്ദാബ് തന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. പുണ്യ റസൂൽ പ്രവർത്തനം നടത്തുമ്പോ വന്ന ആളാണ്, ഞാനും നബിയാണെന്ന് വാദിച്ചു വന്നു മുസൈലിമ, പെരുങ്കള്ളനായ മുസൈലിമ. റസൂലുള്ളാഹിന്റെ വഫാത്ത് നടന്നപ്പോ അവർക്ക് കൂടുതൽ സൗകര്യമായി, ഞാനാണ് റസൂൽ എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ചില ഏരിയകളൊന്ന് ഒന്നായിട്ട് രാജിവെച്ചു പോയി, ഇസ്ലാമിന് രാജിവെച്ചു. ഇന്നൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോ സഹോദര നമ്മൾ ബേജാറാണോ? ഈ ആഴ്ചയിൽ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ അരികെ ഒരാളുണ്ട്, അവൻ ഖാദിയാനിയാണ്, എങ്ങനെയാണോ അവന് സത്യം ബോധ്യപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞു, മോനെ ഫോണിലൂടെ പറയേണ്ട ഒരു കാര്യമല്ല, അവനെ ജീവനോടുകൂടെ ഉടലോടുകൂടെ കൊണ്ടുവരും, പറഞ്ഞു കൊടുക്കാം, വാശില്ലെങ്കിൽ അംഗീകരിക്കും. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലാണ് അത്ര. അവനറിയോ ഇത് കാഫിർ ജമാഅത്താണ്? കേട്ടതിന്റെ പിന്നാലെ ഓടാണ്. സഹോദരാ, ചിന്തിക്കണം. എന്ന് കരുതിയിട്ട് ഇസ്ലാം സത്യമായിട്ട് എങ്ങനെയാണ് അങ്ങനെ പോകലെന്ന് ചോദിക്കരുത്. എന്താ കാരണം? പുണ്യ റസൂല് വഫാത്തായ ഉടനെയാണ് സഹോദര ഒരു ഏരിയയിൽ ഒരുപാട് ആളുകൾ ഒന്നായിട്ട് ഇസ്ലാം രാജിവെച്ചു പോയത്. എന്താ കാരണം? വല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചിട്ടില്ല. അതിന് അല്ലാഹു ഉദാഹരണം പറയുന്ന ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. അള്ളാഹു പറയുന്നത് ചീത്ത വചനത്തിന്റെ ഉപമ ഒരു മരത്തെ പോലെയാണ്. എങ്ങനെയുള്ള മരം? ആ മരം അത് പിഴുതെടുക്കപ്പെട്ട മരമാണ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പിഴുതെടുക്കപ്പെട്ട ഒരു മരം അതുപോലെയാണ്. ഉറച്ചു നിൽക്കോ?
ഒരു മരത്തെ വേരോടുകൂടെ പിഴുതെടുത്തു. ഇങ്ങനെ ചാരി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാറ്റടിച്ചാൽ വീടും. കാറ്റടിച്ചാൽ വീണ് പോകും. അതുപോലെയാണ് സഹോദര ഉറക്കാത്തവരുടെ ഈമാൻ. തീരെ വരാത്തവരുണ്ട്, വന്നിടക്കാലത്ത് പോയവരുണ്ട്. 100-ൽ പരം മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്യാൻ. നാവ് കൊണ്ട് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു, പക്ഷേ മനസ്സുകൊണ്ട് മുസ്ലിങ്ങളല്ലായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അവരുടെ നേതാവായിരുന്നു. എന്തൊക്കെ കളി കളിച്ചു അവർ. ഇൻഷാ അല്ലാഹ് മുനാഫിഖൂന സൂറത്ത് വരുമ്പോൾ നമുക്ക് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ടത് ആസിയ റളിയല്ലാഹു അൻഹയുടെ നിലപാട്. അല്ലാഹു ആ ഈമാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദര, നമുക്കോ നമ്മുടെ സ്ത്രീകൾക്കോ അങ്ങനെ ഒരു അവസ്ഥയില്ല. നമുക്കോ നമ്മുടെ സഹോദരിമാർക്കോ ആസിയ ബിയെ പോലെ പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥയില്ല. എത്ര സുന്ദരമാണ്. അള്ളാഹു ഏകനാണെന്ന് പ്രഖ്യാപിച്ചാൽ നമുക്കെന്ത് പ്രശ്നമായി ഇവിടെ ഉള്ളത്? ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമസ്തയുടെ നേതൃത്വത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലി എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ മതം പറയുന്നത് പോലെ ജീവിക്കാനുള്ള അവസരം ഇപ്പോഴും നിലവിലും വേണമെന്നാണ്. ക്രിമിനൽ വിഷയങ്ങളിലൊന്നും നമുക്ക് എല്ലാവർക്കും ഒരു നിയമം ആണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ബാക്കിയുള്ള വിഷയങ്ങളിലും അതുപോലെ ആകണമെന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. സാവകാശം, പിന്നെ പള്ളി പാടില്ലാത്ത അവസ്ഥ വരും, ഒന്നും പാടില്ലാത്ത അവസ്ഥ വരും. എല്ലാവർക്കും ഒരു ആരാധനാലയം ശരിയല്ല സഹോദര. അള്ളാഹു നമുക്ക് വലിയ നിഅമത്താണ് തന്നത്. നമ്മുടെ ഹിതം പോലെ നമുക്ക് ജീവിക്കാം. ഇത് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണ്. എന്നിട്ടും നമ്മൾ വ്യതിചലിച്ചു പോവാന്ന് പറഞ്ഞാൽ, ആസിയ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ സഹിച്ച ത്യാഗം നോക്കൂ നിങ്ങൾ. അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അവർക്ക് കല്ലുകൊണ്ട് തലയിരിട്ട് കൊല്ലാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അസ്രായീൽ എന്ന മലക്ക് റൂഹിനെ പിടിച്ചു. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ആസിയ ബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് ഇവിടെ പറയുന്നു. ആ സമയത്ത് ഇവര് ആസിയ ബി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താ കാരണം? പ്രാർത്ഥന പഠിച്ചോ തത്സമയം ആ സ്പോട്ടിൽ സ്വീകരിച്ചു. സ്വർഗത്തിലെ ഭവനം. സ്വർഗത്തിൽ ഒരുപാട് ഭവനമുണ്ട്, പല ഭവനങ്ങളുണ്ട്. പ്രകാശഭവനമുണ്ട്. ബിസ്മി നല്ലോണം ചൊല്ലിക്കോളൂ, എല്ലാ കാര്യത്തിലും മറക്കരുത്. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നല്ലൊരു കാര്യം തുടങ്ങുമ്പോഴും എന്ത് കാര്യത്തിനും ബിസ്മിയെ പതിവാക്കുന്നവർക്ക് അവർക്ക് പ്രത്യേകം കൊടുക്കുന്ന ഒരു ഭവനമുണ്ട്. അതാണ് ഏത്? ബൈത്തുൻ നൂർ, പ്രകാശഭവനം. അന്തരീക്ഷത്തിലാണ് അത്ര ആ ഭവനം നിൽക്കുക. എങ്ങനെ അതിലേക്ക് എത്താം? വാതില് കാണാനില്ല. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ ബിസ്മിയോട് ബന്ധമുള്ള ആളാണെങ്കിൽ അവൻ സ്വർഗത്തിൽ വെച്ച് ബിസ്മില്ല എന്ന് പറയുമ്പോഴേക്ക് അവൻ അതിന്റെ ഉള്ളിലെത്തും. എന്തൊരു സൗകര്യം! പക്ഷെ ബിസ്മിയോട് ബന്ധം. ചെറിയ കുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ച മാതാപിതാക്കൾ ഭയങ്കര സങ്കടം ഉണ്ടാവൂലേ? സാരല്ല. റസൂലൈനെ നമുക്ക് മാതൃക. റസൂലുള്ളാഹിന്റെ അബ്ദുള്ള എന്ന കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഖാസിം എന്ന കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇബ്രാഹിം എന്ന കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ചെറുപ്പത്തിൽ പോയി. റസൂലിന്റെ മക്കളൊക്കെ ചെറുപ്പത്തിൽ, ചെറിയ ആൺകുട്ടികളൊക്കെ മരിച്ചു. വിഷമിക്കണ്ട. ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികൾ മരിച്ചാൽ ആ കുട്ടികൾ നമ്മളെ സ്വീകരിക്കും. നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും, പക്ഷെ നമുക്ക് ക്ഷമിക്കണം. അവർക്കൊരു വീടുണ്ട്. ആ വീടിന്റെ പേരാണ് ബൈത്തുൽ ഹംദ്. ബൈത്തുൽ ഹംദ്, സ്തുതി ഭവനം. പേര് നല്ല ഫിറ്റാണല്ലേ? ചിലതിൽ യോജിച്ചു വരികയാണ്. ബൈത്തുൽ ഹംദ്. ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ആ ഭവനം, അത് അല്ലാഹു തആല അങ്ങനെയുള്ളവർക്ക് ഒരുക്കി വെച്ചതാണ്. എന്തായിരുന്നാലും എല്ലാവർക്കും സ്വർഗത്തിലെ വീടുണ്ട്. മനോഹരമായ പ്രകാശത്തിന്റെ കൊട്ടാരമുണ്ട്. ചുവന്ന മുത്തുകളും വെളുത്ത മുത്തുകളും അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ വീടുകൾ. ഇവിടെ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കാൻ നമ്മൾ പെടുന്ന പെടാപ്പാട് അല്ലേ? എല്ലാവർക്കും അറിയാം. വീട് സ്വപ്ന. എന്നാ സഹോദര, പരലോകത്തെ വീട്. ആസിയ ബീവിയെ സംബന്ധിച്ചിടത്തോളം നൈൽ നദിയുടെ തീരത്ത് മനോഹരമായ വീടുണ്ടായിരുന്നു, കൊട്ടാരം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് തന്റെ ഭർത്താവ്. കണ്ണെത്താ ദൂരത്തോളം കൃഷിയിടമുണ്ടായിരുന്നു, എല്ലാവിധ പടങ്ങളും ഉണ്ടായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂരിൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ആസിയ ബീവിയുടെ ഭർത്താവായ ഫിർഔനും അവന്റെ അനുയായികൾക്കുള്ള സുഖങ്ങളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ഫിറഔൻ അല്ലാഹു തആല മുക്കിക്കൊന്നല്ലോ. മൂസാ നബിയുടെ പിന്നാലെ അവർ മൂസാ നബിയെ പിടിക്കാൻ പോയപ്പോ ചെങ്കടൽ വിട്ടുകിടക്കുന്ന രംഗം ഖുർആൻ പറയാണ്. എത്രയെത്ര തോട്ടങ്ങളെയാണ് അവർ ഉപേക്ഷിച്ചു പോയത്, എത്രയെത്ര അരുവികളെയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം,
എത്രയെത്ര കൃഷിയിടങ്ങളെ, എത്രയെത്ര മനോഹരമായ വാസസ്ഥലങ്ങളെ, വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ആസ്വദിച്ചിരുന്ന എത്രയെത്ര സുഖാനുഭൂതികളെ, സൗകര്യങ്ങളെ അവർ വിട്ടുപോയി. എന്തുണ്ടായത്? അവർക്ക് എന്തെങ്കിലും കിട്ടിയോ? അപ്പൊ ആസിയയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് ദൈവമാണെന്ന് സമ്മതിച്ചു കൊടുത്താൽ കൊട്ടാരത്തിൽ ഭക്ഷണം ഇഷ്ടം പോലെ, എല്ലാ സൗകര്യങ്ങളും, എല്ലാ സുഖങ്ങളും, എന്നിട്ടും സഹോദര അതൊക്കെ ഒഴിവാക്കി നിന്റെ അരികെ ഒരു വീട് മതി എന്ന് പറഞ്ഞു. സ്വർഗത്തിലൊരു വീട് മതി, അതിനെ കാണിച്ചു കൊടുത്തു അള്ളാഹു മലക്ക് മുഖേന. അപ്പൊ അങ്ങനെ ചിരിച്ചു. അപ്പോൾ ഇവർ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്, അപ്പോഴും ചിരിക്കുകയാണ്. അപ്പോ ഇവരിങ്ങനെ ഈ അടുത്ത് നിൽക്കുന്ന പെണ്ണുങ്ങൾ പിന്നെ അടിക്കുന്ന ആളുകൾ പറഞ്ഞു പത്രേ, ഈ മജ്നൂനത്ത്, ഇവള് ഭ്രാന്തിയാണ്. എന്താ കാരണം? ചാട്ടവാറ് കൊണ്ട് തുരുതുരാ അടി വരുമ്പോ എല്ലാ ഭാഗത്തും ചാട്ടവാറ് കൊണ്ട് ശരീരത്തിൽ അടിക്കുന്ന സമയത്ത് ഈ പെണ്ണിതാ ചിരിക്കുകയാണ്. ഇവള് ഭ്രാന്തിയാണ് എന്നവർ പറഞ്ഞു നോക്കി. പക്ഷെ യഥാർത്ഥത്തിൽ ഭ്രാന്തല്ല. സ്വർഗത്തിലെ ആ മനോഹരമായ വീടിന്റെ ഫോട്ടോ കാണുമ്പോ ചിരിച്ചുപോയതാണ്. അങ്ങനെ അസ്രായിൽ എന്ന മലക്കങ്ങനെ റൂഹിനെ പിടിച്ചു. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇവന്റെ ആളുകൾ കല്ല് കൊണ്ടുവന്നപ്പോഴേക്ക് മരിച്ചു കഴിഞ്ഞു. ആരി മുസ്ലിയാർ മരിച്ചതിന്റെ ഉദാഹരണം പറഞ്ഞു. ഈ ആസിയ റളിയല്ലാഹു തആല നമുക്ക് വലിയൊരു പാഠമാണ്. അതൊക്കെ നല്ല ഈമാൻ, ഉള്ളോൽക്ക് നല്ല ഈമാൻ. ഒരു പ്രതികൂല സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിൽ അവർ ഉറച്ചു നിന്നു എന്നാണ്. എത്ര ഉദാഹരണങ്ങൾ സഹോദര ഈ വിഷയത്തിലുണ്ട്. ഫിറോനെ സംബന്ധിച്ചിടത്തോളം അവൻ മഹാക്രൂരനായിരുന്നു, വലിയ ക്രൂരനായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും സത്യവിശ്വാസികളുടെ ഈമാന് നഷ്ടപ്പെടുത്താൻ അവനിക്ക് കഴിഞ്ഞില്ല. വിശ്വസിച്ചവർ വിശ്വാസികൾ തന്നെ. അല്ലാഹു തആല അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു. 50,000-ഓളം ആളുകൾ ഒരു സമയം ഇസ്ലാമിലേക്ക് വന്ന കഥ, ഫിർഔന്റെ മുന്നിൽ ഇസ്ലാമിലേക്ക് വന്ന കഥ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയിൽ പറയുന്നു. സൂറത്ത് ത്വാഹയിൽ പറയും 50,000 ആളുകൾ. ഈ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ സമുദായത്തിൽപ്പെട്ട ജാലവിദ്യക്കാരായിരുന്നു 50,000 ആളുകൾ, 1,00,000 ആളുകൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വടി നിലത്തേക്കിട്ട് പാമ്പാക്കുന്ന ആ അത്ഭുതരംഗം കണ്ടതോടുകൂടെ ഈ 50,000 ജാലവിദ്യക്കാർക്ക് മനസ്സിലായി തങ്ങൾ കാണിക്കുന്നത് കൺകെട്ടാണ്, കണ്ണിനെ പകിട്ടാക്കുന്നതാണ്, അത് ജാലവിദ്യയാണ്, മാജിക്കാണ്. എന്നാൽ മൂസാ നബി കാണിച്ചത് യഥാർത്ഥ സംഭവമാണ്. അതുകൊണ്ട് തന്നെ സുജൂദിലേക്ക് വീണ് അവരെ പറ്റി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഫൗൽഖിയസ്സഹറതു സുജ്ജദാ ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസാ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, ആ ജാലവിദ്യക്കാര് അവർ സുജൂദിൽ വീണു. എന്നിട്ട് അവർ പറഞ്ഞു, ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസാ, ഞങ്ങൾ ഹാറൂൻ നബിയുടെയും മൂസ നബിയുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അവരിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫിറൗനാകെ ഞെട്ടിപ്പോയി. 50,000 ആളുകളാണ് ഇവിടെ ഒറ്റടിക്ക് വിശ്വാസികളായത്. ലക്ഷക്കണക്കിന് ആളുകൾ ആ മത്സരം കാണാൻ വേണ്ടി വന്നതാ. ഇതാകെ പ്രയാസത്തിലായി. ആ സമയത്ത് ഫിറൗൻ അവരെ ഭീഷണിപ്പെടുത്തിയത് ഖുർആൻ പറയുന്നുണ്ട്. എന്താ? ഫലൗ ഖത്തിഅന്ന അയ്ദിയകും വഅർജുലകും മിൻ ഖിലാഫ് വലഉസല്ലിബന്നകും ഫീ ജുസൂഇൻ നഖ് വലതഅലമുന്ന അയ്യുനാ ശദ്ദു അദാബൻ വഅബ്ഖാ. വിശുദ്ധ ഖുർആനിൽ ആ കഥ പറയുകയാണ്. നിങ്ങളുടെ കൈകളെ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും, നിങ്ങളുടെ കൈകാലുകൾ വ്യത്യസ്തമായ രൂപത്തിൽ ഞാൻ മുറിക്കും. 50,000 ജാലവിദ്യക്കാർ ഇസ്ലാം സ്വീകരിച്ചപ്പോ ഫിർഔൻ അവരോട് പറയാണ്, ആ സ്വച്ഛാധിപതി, ആ മഹാക്രൂരൻ പറയുന്നത് അങ്ങനെയാണ്. വ്യത്യസ്തമായ രൂപത്തിലെന്ന് പറഞ്ഞാൽ വലത് കൈ മുറിച്ചാൽ ഇടത് കാല് മുറിക്കും, ഇടത് കൈയാണെങ്കിൽ വലത് കാല് മുറിക്കും. മാത്രമല്ല വലഉസല്ലിബന്നകും ഫീ ജുസൂഇൻ നഖ്, ഈന്തപ്പനയുടെ തടിയിൽ നിങ്ങളെ ക്രൂശിക്കുക തന്നെ ചെയ്യും, മരത്തിന്റെ തടിയിൽ. അപ്പൊ നിങ്ങൾക്കറിയും ആരാണ് ഏറ്റവും ശക്തമായി ശിക്ഷിക്കാൻ കഴിയുന്നത്? മൂസക്കാണോ അതോ എനിക്ക് മൂസ പറയുന്ന റബ്ബിനാണോ അതോ ഞാനാണോ ശക്തമായി ശിക്ഷിക്കുക എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. പക്ഷെ ആ ഭീഷണിയുടെ മുന്നിൽ അവർ വഴങ്ങിയില്ല. നമുക്ക് ഒരു മാതൃകയാണ്. ആസിയ റളിയല്ലാഹു അൻഹയുടെ ഈമാന് പോലെ ആ കാലഘട്ടത്തിൽ 50,000 ആളുകൾ അവർ പറഞ്ഞത് ഖുർആൻ പറയുന്നത്, ലന്നൂസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ഞങ്ങൾക്ക് വന്ന ഈ തെളിവുകൾ, ആ തെളിവുകൾക്ക് പകരം ആ തെളിവുകളെ അവഗണിച്ച് നിന്നെ ഒരിക്കലും ഞങ്ങൾ തെരഞ്ഞെടുക്കില്ല. വല്ലദീ ഫതറനാ,
ഞങ്ങളെ പടച്ച അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ടും നിന്നെ ഒരിക്കലും ഞങ്ങൾ പിന്തുടരില്ല, നിന്നെ തെരഞ്ഞെടുക്കില്ല. അതുകൊണ്ട് ഫഖ്ലി അലൈനാ ഫഖ്ലി മാ അൻത ഖാദ് ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയാ. എന്താണ് ആ വർത്തമാനം? രാജ് കണ്ടത് വിച്ചോ, ദുനിയാവിലല്ല എന്റെ വിധി വരുള്ളൂ. വിരിച്ചോ, കൈകാലുകൾ വെട്ടുകയാണെങ്കിൽ വെട്ടിക്കോ. നമ്മുടെ ഈമാൻ എവിടെ നമ്മൾ നോക്കണം. എന്നിട്ട് അവരിങ്ങനെ പ്രഖ്യാപിച്ചു, ഇന്നാ ആമന്നാ ബിറബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്തിന്? ലിയഗ്ഫിറ ലനാ ഖതായാനാ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരുന്നതിന് വേണ്ടി. വമാ അക്റഹ്തനാ അലൈഹി മിനസ്യ, ചില ജാരവിദ്യകളൊക്കെ ചെയ്യാൻ നീ ഞങ്ങളോട് നിർബന്ധിപ്പിച്ചു, ഞങ്ങളതൊക്കെ ചെയ്തു, ഇപ്പൊ വേണ്ടില്ലായിരുന്നു തോന്നി, ഞങ്ങൾ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഖൈറുൻ വഅബ്ഖാ, അല്ലാഹുവാണ് ഖൈറായവൻ, ഉത്തമൻ അവനാണ്, സ്ഥായിയായി നിലനിൽക്കുന്നവനും അവനാണ്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. തന്റെ റബ്ബിന്റെ അരികിലേക്ക് കുറ്റവാളിയായി ഒരാൾ ചെന്നാൽ അവനിക്ക് ജഹന്നം എന്ന നരകമാണ്, അതിൽ പിന്നെ മരണമില്ല, സന്തോഷകരമായ ജീവിതവുമില്ല. വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാത്ത് ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ. ആ 50,000 ആളുകൾ ഫിർഔനിനോട് പറയുന്നു, വമൻ യഅതിഹി മുഅ്മിനാ, അല്ലാഹുവിന്റെ അരികിലേക്ക് ഒരാൾ നല്ല ഈമാനോടുകൂടെ എത്തുകയാണെങ്കിൽ, ചെല്ലുകയാണെങ്കിൽ, ഖദ് അമില സ്സാലിഹാത്ത്, ഈമാനോടുകൂടെ ഒരുപാട് സുകൃതങ്ങൾ അവൻ ചെയ്യുകയും ചെയ്താൽ, ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അങ്ങനെയുള്ള ആളുകൾക്ക് അത്യുന്നതമായ പദവികളുണ്ട്. ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളാണത്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളായിരിക്കും, അവർ അതിൽ ശാശ്വതരായിരിക്കും. ദുനിയാവിലെ സുഖം എന്ന് പറഞ്ഞാൽ അതൊരു ക്ഷണികമാണ്. ദുനിയാവിലെ സൗകര്യങ്ങൾ എത്രയുണ്ടെങ്കിലും, എത്ര വലിയ വീടാണെങ്കിലും, എത്ര നല്ല വാഹനമാണെങ്കിലും സഹോദര, അതൊക്കെ ക്ഷണികമാണ്, അതൊക്കെ ക്ഷണിക. 100-ൽ പരം രാജ്യങ്ങളിൽ ആസ്തിയുണ്ട് ടാറ്റക്കിലെ, പക്ഷെ അവരിൽ ചിലരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ സഹോദര? എത്ര ഉണ്ടായിട്ടെന്താ? ആരും കണക്കാണ്. വദാലിക ജസാഉ മൻ തസക്ക, ആ 50,000 ആളുകൾ ഫിറഔന്റെ മുന്നിൽ ഈ കാര്യം തുറന്നു പറയണം. നോക്കൂ, അവരൊക്കെ ഈമാനം നോക്കൂ. അങ്ങനെ ഫിറഔന്റെ പട്ടാളക്കാർ ഈ 50,000 ആളുകളെ ഓരോരുത്തരുടെയും കയ്യും കാലും വെട്ടിയിട്ട് ഒരു മരത്തിന്റെ തടിയിൽ ആണിയടിച്ചു വെച്ചു. പ്രഭാതത്തിൽ അവർ അവിശ്വാസികളായിരുന്നു, പ്രദോഷമായപ്പോഴേക്ക് അവർ ശുഹദാക്കളായി എന്ന് ചരിത്രം പറയുന്നു. ഇങ്ങനെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ വലിയൊരു മാതൃക അല്ലാഹു തആല പറയണാരെ, ആസിയ ബീവിയെ അല്ലാഹു പറഞ്ഞു. 25,000-ഓളം ആളുകളെ 2 സ്ഥലങ്ങളിൽ വലിയ കിടങ്ങുകൾ സ്ഥാപിച്ച് ആ കിടങ്ങിൽ തീ നിറച്ചിട്ട് അതിലേക്ക് തള്ളിയിട്ട് കൊന്നത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. 25,000-ന് കണക്ക് പറയുന്നില്ല, തഫ്സീറുകളിൽ കാണും. അതിൽ ഗർഭിണികളായ പെണ്ണുങ്ങളെ തീയിലേക്ക് തള്ളി. അത് ചാടാൻ തയ്യാറായി. ഇസ്ലാമായിരുന്നു അവർക്ക് വലുത്. ചോര പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വന്ന ഒരു പെണ്ണിന്റെ കഥ ഇതിൽ കാണാം. ആ പെണ്ണ് സഹോദര നേരെ ആ അഗ്നിയുടെ കിടങ്ങിന്റെ നേരെ മുകളിൽ വന്ന് നിർത്തി. എന്നിട്ട് ഈ പെണ്ണിനോട് ചോദിച്ചു, ഇസ്ലാമിനെ രാജിവെക്കുകയാണെങ്കിൽ രക്ഷ നിനക്കും കുട്ടിക്കും, ഇല്ലെങ്കിൽ ചാടേണ്ടി വരും. പെണ്ണ് ഒരിക്കലും രാജിവെക്കില്ലാന്നോ, ചാടാൻ പറഞ്ഞു. ചാടാൻ ഒരുങ്ങിയ പെണ്ണ് പെട്ടെന്ന് ബാക്കിലേക്ക് നിന്ന് കുട്ടിന്റെ കാര്യം ആലോചിച്ചു. ആ കുട്ടി സംസാരിച്ചു. ഈസ എന്ന ചെറിയ കുട്ടി നേരത്തെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച പോലെ, ഉമ്മാ നിങ്ങൾ സത്യത്തിലാണ്, ധൈര്യമായിട്ട് ചാടിക്കോളൂ. ചാടിയ പെണ്ണുകുട്ടിയെയും കൊണ്ട് അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ട് നമുക്കൊന്നും അത്തരത്തിലുള്ള യാതൊരു അവസ്ഥയില്ല. എന്നിട്ടും നോക്കൂ, നമുക്ക് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മളാകെ നിരാശപ്പെട്ട് ഒരു അമലും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ചരിത്രത്തിൽ അല്ലാഹു തആല ഒരുപാട് പെണ്ണുങ്ങൾ അങ്ങനെ നൽകിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ടതാണ് മറിയം റളിയല്ലാഹു അൻഹ. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹ, ആ ഖദീജ ബീവി ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖദീജ എന്റെ മറ്റു ഭാര്യമാർക്ക് നീ സലാം പറയണം. അപ്പൊ ഖദീജ ബീവി ചോദിച്ചു, അത്ര നബി, ഞങ്ങൾക്ക് വേറെ ഭാര്യമാരുണ്ടോ? ഇല്ല, സ്വർഗ്ഗത്തിൽ
ഖദീജ ബീവിയുള്ള സമയത്ത് നബി വേറെ ഭാര്യമാരെ സ്വീകരിച്ചിട്ടില്ലല്ലോ. ഫിർഔന്റെ ഭാര്യയായിരുന്ന ആസിയയും ഇമ്രാന്റെ മകളായ മറിയമും അതുപോലെ തന്നെ മൂസാ നബിയുടെ പെങ്ങളായ കുൽസൂമും സ്വർഗത്തിൽ എന്റെ ഭാര്യമാരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആസിയ, മറിയം, കുൽസൂം, ഈ 3 പേര് പുണ്യ നബിയുടെ പത്നിമാരാണ്. അവർക്ക് ആശംസകൾ നേർന്നു എന്നാണ് തഫ്സീറുകളിൽ കാണാം. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ കണ്ണടക്കുന്നതിന്റെ തൊട്ടും അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ലോകത്ത് എല്ലാ നിലക്കും പരിപൂർണരായ 4 സ്ത്രീകളിൽ 2 പേരെയാണ് ഇവിടെ പറയുന്നത്. അതിൽ മറിയം ഒരുപാട് പറയാനുള്ള ഭാഗമാണ്. പ്രത്യേകിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ മറിയം ബീവിയിലും അതുപോലെ ഈസാ നബിയിലും ഒക്കെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അവരെ പറ്റി ഖുർആൻ പറഞ്ഞല്ലോ, വകാനത മിനൽ ഖാനിതീൻ, ഖാനിതാത്ത് എന്നാ പറയുന്നത്. എത്ര ശ്രദ്ധേയമായ പ്രയോഗമാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഭാര്യ മാതാവിന്റെ രോഗം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അത് ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഒരു 151 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദ്വാരക്കുന്നു. അതുപോലെ ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ ചായയും കടിയൊക്കെ നൽകിയിട്ടുള്ളത് അള്ളാഹു താല അത് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു താല ആ സഹോദരന്റെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഖുർആൻ ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ താല്പര്യമുള്ളവര് ഈ ചായ കൊടുക്കാനും മറ്റൊക്കെ താല്പര്യമുള്ള സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പൈസ നമ്മൾ പല നിലക്കും ചെലവാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുക. അങ്ങനെ നമ്മളെ ഉത്തരവാദപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് നല്ല കാര്യത്തിന് ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ സഹോദരങ്ങളൊക്കെ ആ കാര്യം പ്രത്യേകം അറിയിക്കണം. ഇന്നൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് ചായയും കടിയൊക്കെ. ഓരോ മാറ്റങ്ങളാണല്ലോ, അതിനും ഓരോ മാറ്റങ്ങൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. നമ്മുടെ പെരിങ്ങോട്ടുപുറത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെയാണ്, നാളെ സുബഹിക്കാണ് എന്ന് ബന്ധപ്പെട്ട ആളുകൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ സുബഹിക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, لا إله إلا الله، 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 لا إله إلا الله. أستغفر الله العظيم، 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. 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 اللهم صل على محمد والآل كلهم وسلم.
اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുന്നവരാണ് ഏറ്റവും ഉന്നതർ എന്ന് മുത്തുനബി പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റഹ്മാനെ. ആസിയ റളിയല്ലാഹു അൻഹയുടെയും മറിയം ബീവിയുടെയും ഒക്കെ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഏത് ഘട്ടത്തിലും ചാഞ്ചാട്ടമില്ലാതെ അചഞ്ചലമായി നിലനിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഹിദായത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഉറക്ക കരിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. പുഞ്ചിരിച്ചു മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആസിയ ബീവിയെ പോലെയുള്ളവർ ശക്തമായ മനോഹരമായ കൊട്ടാരത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിച്ചതുപോലെ റബ്ബേ, ഞങ്ങൾക്കും മരിക്കാൻ ഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പ്രവർത്തനങ്ങളൊക്കെ അതിനൊരു കാരണമാക്കണേ റഹ്മാനെ. ക്ലാസ് റൂം വഴിയും മറ്റുമൊക്കെ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാര്, അല്ലാഹുവേ, അവർക്കൊക്കെ അതിന് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് ഈ സദസ്സിലുള്ളവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ജോലി ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ റഹ്മാനെ. മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ട്, അല്ലാഹുവേ, അവർക്ക് നല്ല ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലി ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ റഹ്മാനെ. രോഗം കൊണ്ടും മറ്റും വിഷമിക്കുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് നല്ല ബുദ്ധിയും നല്ല കഴിവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യ മാതാവിന്റെ രോഗം മാറാൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, അത് സ്വീകരിക്കണേ റഹ്മാനെ. ആ സഹോദരിയുടെ രോഗത്തിന് ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാ വേദനകൾക്കും ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അത്തരത്തിലുള്ള രോഗങ്ങൾ ആർക്കും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും മാരകമായ ക്യാൻസർ നൽകല്ല റഹ്മാനെ. ബ്രെയിൻ ട്യൂമർ നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ വൃക്കകൾ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഈ സദസ്സിലേക്ക് ചായക്ക് ചെലവ് ചെയ്ത സഹോദരൻ, ആ സഹോദരന്റെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ജോലികളിലും മറ്റും ബർക്കത്ത് നൽകണേ റഹ്മാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഇത് സദസ്സ് ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ ഭാര്യ സന്താനങ്ങളിലും അതുപോലെ തന്നെ മാതാപിതാക്കളിലും ഖൈർ നൽകണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സംരക്ഷണം നൽകണേ റഹ്മാനെ. അവർക്ക് നല്ല റാഹത്തായി കുടുംബത്തിലേക്ക് വന്നു ചേരാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ ഭേദമാക്കി കൊടുക്കണേ റഹ്മാനെ. നിയമങ്ങൾ മാറി വരുന്നത് കൊണ്ട് ജോലി സംബന്ധമായ പ്രയാസങ്ങളുള്ളവരുണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ സദസ്സ് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, ഇത് അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ അവർക്കൊക്കെ അർഹമായ കൂലി നൽകണേ റഹ്മാനെ.